എന്താണ് എന്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, വരുംകാലത്തിന് വേണ്ടി നീ കരുതി വെക്കാൻ പോകുന്നത്? നീ കരുതി വെച്ച ബാങ്ക് ബാലൻസിന് നിന്റെ മക്കളെ രക്ഷിക്കാൻ പറ്റുമോ? നീ കരുതി വെച്ച, നീ കൂട്ടിവെച്ച സ്വത്തിന് നിന്റെ മക്കളെ നേടാൻ പറ്റുമോ? നീ കാത്തുവെച്ച സമ്പത്തിനും നീ നേടിയെടുത്ത പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും നിന്റെ മക്കളുടെ ആത്മാവിനെ നേടാൻ പറ്റുമോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ താങ്ങി നിർത്താൻ നീ നേടിയെടുത്ത ലോകത്തിൽ എന്തിനെങ്കിലും പറ്റുമോ? വചനമെടുത്ത് ചങ്കയെ വെച്ച് മുട്ടുകുത്തുന്ന ഒരപ്പൻ, ഒരമ്മ, ആ അപ്പനെ അമ്മയെ കണ്ടു വളരാൻ ഭാഗ്യം കിട്ടുന്നതാണ് വരുംകാല തലമുറയുടെ ഭാഗ്യം. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു തലമുറയുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ പാലായിൽ നിന്നൊക്കെ പണ്ട് കുടിയേറ്റ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയ ഒരു തലമുറ. അവര് വീട് വെക്കുന്നതിന് മുമ്പ് പള്ളി പണിഞ്ഞവരാണ്. ചെറ്റക്കുടിലിൽ അവർ താമസിക്കുമ്പോഴും മനോഹരമായ പള്ളി പണിയാൻ തീരുമാനിച്ച ആ തലമുറ നിങ്ങൾ ഓർക്കുന്നുണ്ട്? മുള്ളും മരടും മൂർഖനും ഒക്കെ നിറഞ്ഞ കാട്ടുവഴികളിലൂടെ നടന്ന് കാട് വെട്ടിത്തെളിച്ച് നാടാക്കി കൃഷിഭൂമിയാക്കി മാറ്റിയിട്ട് മലേറിയ, കോളറ, വസൂരിയൊക്കെ തുടങ്ങിയ മാരക രോഗങ്ങൾ വന്ന് മഴ പോലെ കുടുംബത്തിലേക്ക് പെയ്ത് ജീവനെ ഒന്നൊന്നായി കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാലത്തും അവരൊക്കെ ദേവാലയങ്ങളിലേക്ക് പ്രഭാതങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ച് സന്ധ്യാനേരങ്ങളിൽ മുട്ടുകുത്തി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ചാണകം മെഴുകിയ തറയിൽ മുട്ടുമടക്കി പൊട്ടി പിഞ്ചിക്കീറാറായ ഒരു പുസ്തകം എടുത്ത് പാട്ടുപാടി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി അങ്ങനെ ജീവിച്ച ഒരു തലമുറയുടെ മിച്ചമാണ് എന്റെ മക്കളെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട അപ്പ, അമ്മേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ എന്താ ബാക്കി വെച്ചത്? ശരീരത്തിൽ മാരകായുധങ്ങൾ തുളച്ചു കയറും, മനസ്സിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾ തുളച്ചു കയറും. ആത്മാവിലേക്ക് തുളച്ചു കയറുന്നതൊന്നും മാനവരാശി ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. ആത്മാവിലേക്ക് തുളച്ചു കയറണമെങ്കിൽ ദൈവം പറയണം. കാരണം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ മേഖലയാണ് ആത്മാവ്. ദൈവബന്ധത്തിന്റെ ഇടമാണ് ആത്മാവ്. ആത്മാവിലേക്ക് ഒരു സാധനം കയറണമെങ്കിൽ അത് ദൈവം പറഞ്ഞതായിരിക്കണം. മനുഷ്യൻ പറഞ്ഞത് ഒന്നിനും ആത്മാവിൽ കയറാൻ പറ്റില്ല. ശരീരത്തിൽ കയറാൻ പറ്റും, മനസ്സിലും കയറാൻ പറ്റും. ആത്മാവിലേക്ക് തുളച്ചു കയറണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പറ്റൂ. നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വിശുദ്ധ കുർബാന കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രതിഷ്ഠിച്ച് ഈശോയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈശോയുടെ അതേ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഒരു പുസ്തകം ദൈവം തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് വേദപുസ്തകം. ഏത് പ്രതിസന്ധി വരുമ്പോഴും വേദപുസ്തകത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച് പ്രതികൂലത്തെ നേരിടാൻ പറ്റുന്ന ഒരു ആത്മധൈര്യം ദൈവം നിനക്ക് തരണം. ബൈബിളിൽ നിന്ന് ഉത്തരം കിട്ടണം. വേദപുസ്തകത്തിലൂടെ ദൈവം സംസാരിക്കണം. വചനം വായിച്ച് ധ്യാനിച്ച് മക്കളെ വളർത്തണം. കുടുംബങ്ങളിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടണം. എന്നാൽ അല്പം വിദ്യാഭ്യാസമായപ്പോ, അല്പം ജീവിത നിലവാരം കൂടിയപ്പോ, കുറച്ച് പൈസ കൂടിയപ്പോ, കുറച്ച് സ്ഥാനമാനങ്ങൾ കൂടിയപ്പോ, മാരുതി 800-ൽ നിന്ന് വില കൂടിയ കോടിയുടെ കാറിലേക്ക് നമ്മൾ മാറിയപ്പോ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു മാനക്കേടായിട്ട് അതേ ആളുകൾക്ക് മാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മനസ്സിലൊരു ഇന്നും വേദനയാണ്. അതായത് ഇല്ലായ്മയുടെ കാലത്ത് ദൈവത്തെ വിളിക്കാൻ ഒരു മടിയില്ല. ദൈവാരാധന എന്ന് പറഞ്ഞാൽ യാതൊരു പണിയില്ലാത്ത കുറെ ആളുകളുടെ വിചാരം എന്നാണ് നമ്മുടെ പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു തൊഴിലും ഇല്ലാത്തവൻ, ബൈബിളൊക്കെ പിടിച്ച് കൊന്തയൊക്കെ പിടിച്ച് കുർബാന പുസ്തകം, ഒരു പണിയില്ലാത്തവനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുമാതിരി അന്തസ്സായി കഴിഞ്ഞാൽ പിന്നെ പള്ളിക്ക് പുറത്താണ് നിൽക്കുന്നത്. പാവപ്പെട്ടവനും നിവൃത്തിയില്ലാത്തവനും ഗതികെട്ടവനും പലിശ കാശ് കൊടുത്ത് മുടിഞ്ഞവനും എല്ലാം പള്ളിക്കകത്ത് നിൽക്കുക. ദാരിദ്ര്യം ഉള്ളവനും ഗതികെട്ടവനും നിവൃത്തിയില്ലാത്തവനും അപമാനമുള്ളവനും ഭാരമുള്ളവനും മാത്രം പള്ളിക്കകത്ത്, അന്തസ്സുള്ളവരെല്ലാം പള്ളിയുടെ വെളിയിൽ. പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ മക്കൾ ഈ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ അവരെന്താ കാണുന്നേ? നിവൃത്തിയില്ലാത്തവനും ഗതിയില്ലാത്തവനും കടമുള്ളവനും സ്ഥാനമില്ലാത്തവനും ജോലിയില്ലാത്തവനും എല്ലാം പള്ളിക്കകത്ത്, അന്തസ്സുള്ളവരെല്ലാം പള്ളിയുടെ വെളിയിൽ. നിങ്ങളുടെ മക്കൾ എന്താ വിചാരിക്കുന്നത് അറിയാമോ? അന്തസ്സില്ലാത്തവന്റെ ജോലിയാണ് ദൈവാരാധന, ഒരു നിവൃത്തിയില്ലാത്തവന്റെ പണിയാണ് ദൈവാരാധന, ഗതികെട്ടവന്റെ ജോലിയാണ് ദൈവാരാധന. അങ്ങനെ മക്കൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവര് ഗതിയില്ലാത്ത കാലത്ത് പള്ളിക്കകത്ത് നിൽക്കും. എന്തെങ്കിലും ഒരു ഗതിയാകുമ്പോൾ അവരും പള്ളിക്ക് പുറത്തിറങ്ങും. നാളെ അടുത്ത ജനറേഷൻ ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളിൽ ഏറ്റവും വലിയ ദൈവം അനുഗ്രഹിച്ച, ഭൗതികമായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ പള്ളിയിൽ ഒന്നാമത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണും. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ ആരാധിക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. ദൈവിക കാര്യങ്ങളിൽ വില കൊടുക്കുന്ന ഭയങ്കര നാണക്കേടാണ്. ദിവ്യകാരുണ്യം കൈ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, മക്കളെ ഇത് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം ബഹുമാനത്തോടെ ദിവ്യകാരുണ്യം കൊണ്ടു നടക്കും. അതേ ബഹുമാനത്തോടെ ബൈബിൾ കൊണ്ടു നടക്കും. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഒരു കാര്യവും വെറുതെ ചെയ്യില്ല. നമ്മള് ഇപ്പൊ മലയാളിക്കൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ, ചുമ്മാ വെറുതെ, അങ്ങനെ പറയുന്നൊരു സ്വഭാവമുണ്ട്. മലയാളിക്ക് അനേകം ദുസ്വഭാവങ്ങളുണ്ട്. അതിൽ ഒരു ദുസ്വഭാവമാണിത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ സീരിയസ് അല്ലാതെയാണ് ഞാനിത് ചെയ്യുന്നത്, അത് ചുമ്മാ വെറുതെ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട്. കർത്താവിന് ഒരു കാര്യവും വെറുതെ ചെയ്യാൻ പറ്റില്ല. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിക്കും ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മെ ആകർഷിച്ചെങ്കിൽ വെറുതെ ആകർഷിക്കില്ല. കർത്താവ് തീർച്ചയായും
തന്റെ മകനെ മകളെ ആകർഷിക്കുന്നത് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ദൈവം ആകർഷിക്കുന്നത് എന്ന് വെളിപ്പെടുത്തപ്പെട്ട അനേകം വചനങ്ങളുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹോസിയ പ്രവചനം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിലാണ് ദൈവം എന്തിനാണ് തന്റെ മക്കളെ ആകർഷിക്കുന്നത് എന്ന് നാം വായിക്കുന്നത്. ഹോസിയ 2-ാം അധ്യായം 14 മുതൽ. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് അവളോട് ഞാൻ കൃത്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ദൈവം പറയുകയാണ് എന്തിനാണ് ദൈവം തന്റെ മക്കളെ ആകർഷിക്കുന്നത്. ദൈവം തന്റെ മക്കളെ ആകർഷിക്കുന്നത്, വശീകരിക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഹോസിയ പ്രവചനം 2-ാം അധ്യായം 14 പറയുകയാണ്: ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. ദൈവം പറയാണ്, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷില് അല്യൂർ എന്ന വാക്കാണ്. ALLURE എന്ന് പറഞ്ഞാൽ അത് ഒരാണ് പെണ്ണിനെ വശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ദൈവം തന്റെ മക്കളെ, ദൈവം തന്റെ മണവാട്ടിമാരെ, ആത്മമണവാളൻ തന്റെ മണവാട്ടികളെ ആകർഷിച്ച് കൊണ്ടുവരികയാണ്, വശീകരിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ വശീകരിച്ച് ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ചായക്കടയൊന്നുമില്ല. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് സമ്പർക്ക മാധ്യമങ്ങളൊന്നും, TV കാണാൻ പറ്റില്ല, അവിടെ സീരിയലൊന്നും കാണാൻ പറ്റില്ല. അതാണ് വിജനപ്രദേശത്തിന്റെ പ്രത്യേകത. അവിടെ അവിടെ ആരോടും, അടുത്തിരിക്കുന്ന ആളോട് കുശം പിടിക്കാനോ വഴക്കടിക്കാനോ ഒന്നും പറ്റില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ തെറിവിളിക്കാനോ ഭർത്താവിന് ഭാര്യയെ മദ്യപിച്ചിട്ട് മുടിക്ക് കുത്തിപ്പിടിക്കാനോ ഒന്നും പറ്റാത്ത സ്ഥലമാണ് വിജനപ്രദേശം, അല്ലെ? പള്ളിക്കകത്ത് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് വെച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും എത്ര വഴക്കാണെങ്കിലും പള്ളിക്കകത്ത് വെച്ച് ആരും വഴക്ക് കൂടാറില്ല. എത്ര പ്രശ്നമുള്ള അയൽവക്കക്കാരാണെങ്കിലും കുർബാനയ്ക്കിടയ്ക്ക് അടുത്ത് നിന്നാൽ നമ്മൾ സമാധാനം കൊടുക്കും. അതുകൊണ്ട് വിജനപ്രദേശത്തിന്റെ പ്രത്യേകത ഏതാണ്? അതായത് ദൈവത്തോട് മാത്രമേ ബന്ധപ്പെടാൻ പറ്റൂ, അങ്ങനെ ഒരു സ്ഥലമാണത്. അപ്പൊ കർത്താവ് പറയാണ്, ശ്രദ്ധിച്ച്, ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് കർത്താവ് പറയാണ്, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ സന്ധ്യകളിൽ ദൈവം നിന്നെ വിളിക്കുന്നത്, ദൈവത്തിന് നിന്നോട് ഹൃദ്യമായി സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്റെ ഹൃദയത്തോട് മധുരമായ ചിലത് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മെ വശീകരിച്ച് ഈ സന്ധ്യാനേരങ്ങളിൽ ഈ ആലയത്തിന്റെ തണലിലേക്ക്, ഈ സ്നേഹ തണലിലേക്ക് ദൈവം കൊണ്ടുവരുന്നതിന്റെ കാരണം ദൈവത്തിന് നമ്മോട് മധുരമായി എന്തോ സംസാരിക്കാനുണ്ട്. അങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ, ദൈവം നമ്മോട് സംസാരിച്ചു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടാണ് അടുത്ത വചനം: അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം ഞാൻ തിരിച്ചു തരും. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകമാണ് ജീവിതം. നഷ്ടങ്ങളാണ് ജീവിതത്തിൽ നേട്ടങ്ങളെക്കാൾ കൂടുതൽ. ദൈവം പറയുകയാണ്, ദൈവം നിന്നോട് സംസാരിച്ചു കഴിയുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. സുവിശേഷത്തിന് വേണ്ടിയുള്ള യാത്ര, ആ യാത്രയെ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എന്റെ മനസ്സിൽ ആയിരക്കണക്കിന് മുഖങ്ങളുണ്ട്. നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു കൊടുത്ത മുഖങ്ങൾ, നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ സ്വരം കേട്ട് തിരിച്ചു പിടിച്ച ജീവിതങ്ങൾ. പാതി വഴിയിൽ എവിടെയോ വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജീവിതത്തെ, ചില്ലുകൂടാരം പോലെ തകർന്നടിഞ്ഞൊരു ജീവിതത്തെ, ഒരു വലിയ സങ്കടത്തിന്റെ മഹാസാഗരത്തിൽ എന്റെ ജീവിത വഞ്ചി ഒറ്റയ്ക്കായല്ലോ, ഈ കാറ്റിലും കോളിലും ഞാൻ ഉലയുകയും തകരുകയും ചെയ്യുമല്ലോ എന്ന് ഭാരപ്പെട്ട് ആത്മഹത്യയുടെ വഴുക്കുന്ന വരമ്പിലൂടെ യാത്ര ചെയ്ത ആയിരക്കണക്കിന് ജീവിതങ്ങൾ ദൈവത്തിന്റെ മധുര സ്വരം കേട്ട് ജീവിതത്തിന്റെ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സന്ധ്യയിൽ മക്കളെ ദൈവം വിളിക്കുകയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഹോസിയായിലൂടെ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, മകനെ, മകളെ, ഞാൻ നിന്നെ വശീകരിച്ച് ഇതാ ഒരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ വിജനപ്രദേശത്ത് വെച്ച് ഞാൻ നിനക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ തിരിച്ചു തരും. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 25-ാം തിരുവചനം: വിട്ടിലും വെട്ടുക്കിളിയും പച്ചക്കുതിരയും കമ്പിളിപ്പുഴുവും തിന്ന് നശിപ്പിച്ച നിന്റെ സംവത്സരത്തിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. വാഗ്ദാനമാണ്, ദൈവത്തിന്റെ വാഗ്ദാനം. ജോയേൽ 2:25. വിട്ടിലും വെട്ടുക്കിളിയും
പച്ചക്കുതിരയും കമ്പിളിപ്പുഴുവും തിന്നു നശിപ്പിച്ച നിന്റെ വർഷത്തിലെ വിളവുകൾ ഞാൻ നിനക്ക് തിരിച്ചു തരും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, ദൈവം ഈ രാത്രി നമ്മെ വിളിക്കുന്നത് നമ്മോട് സംസാരിക്കാനാണ്. സംസാരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനാണ്. രണ്ടു കാര്യം ഞാൻ പറഞ്ഞു. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? ഉച്ചത്തിൽ പറഞ്ഞേ, നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സുരക്ഷിതത്വം, നഷ്ടപ്പെട്ട വരുമാന മാർഗങ്ങൾ, നഷ്ടപ്പെട്ട സംതൃപ്തി, നഷ്ടപ്പെട്ട ദൈവസ്നേഹം, നഷ്ടപ്പെട്ട വിശുദ്ധി, നഷ്ടപ്പെട്ട കുടുംബ സമാധാനം, നഷ്ടപ്പെട്ട സ്വസ്ഥത തിരിച്ചു തരാൻ എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ, ഈ രാത്രിയിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്. കർത്താവ് തരുന്ന ഒരു പ്രചോദനം അനുസരിച്ച് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയെക്കുറിച്ചാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന, മുഖ്യമായും സംസാരിക്കുന്ന ഒരു വഴിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ആ മുഖ്യമായും ദൈവം സംസാരിക്കുന്ന വഴിയാണ് ദൈവവചനം. കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോയി. ഇപ്പൊ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോയാലും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു വഴിയാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഈ ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധ്യം രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊന്ന് മനസ്സിൽ അടുക്കി വ്യക്തത വരുത്തി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ മാറാനും, അന്നേരം വീട്ടില് അയ്യോ കോഴിക്കൂട് അടച്ചില്ലല്ലോ, കോഴിയൊന്നും ഇല്ലല്ലോ അല്ലെ, അപ്പൊ വീട്ടില് ദൈവമേ ഇന്ന് രാത്രി വല്ല കള്ളനും കയറുവോ, എന്റെ മാല ഞാൻ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്ന 10 പവൻ ആരെങ്കിലും അടിച്ചോണ്ട് പോവോ, അതൊന്നും ഓർക്കണ്ട ചേച്ചി. അതൊന്നും ഓർക്കാതെ നമുക്ക് ഇന്ന് ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് ഹൃദയം തുറക്കാം. അപ്പൊ ദൈവം സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ പോകണം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു വചനം കേട്ടാൽ അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് ഗ്രഹിച്ചിട്ട് അടുത്ത വചനത്തിലേക്ക് പോകാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പഠിപ്പിച്ച് കോളേജിൽ പഠിപ്പിച്ചുള്ള പരിചയം കൊണ്ടാണ് ഈ ശ്രദ്ധിച്ചിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പിള്ളേരൊക്കെ ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയും. അങ്ങനെ പറയുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് നൂന്നിരുന്ന് ശ്രദ്ധിച്ചോണം. കാര്യം നമുക്ക് പറ്റുന്ന അപകടം എന്തെന്ന് വെച്ചാൽ നമ്മൾ ദൈവവചന പ്രഘോഷണമെന്ന് പറഞ്ഞു വരും, കുറെ ബഹളം വെക്കും, കുറെ കൈയടിക്കും, കുറെ പാട്ടുപാടും, തിരിച്ചു പോവും. കാര്യമായിട്ട് ഒന്നും ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ഗ്രഹിക്കണം. ഏത് കാര്യം ദൈവം പറഞ്ഞാലും അത് ഗ്രഹിക്കണം, മനസ്സിലാക്കണം. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ അങ്ങേയറ്റം എന്റെ കഴിവിന്റെ പരമാവധി എടുത്ത് ഒരു കാര്യം മനസ്സിലാക്കി തരാൻ ശ്രമിക്കും. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. 2 വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് സജീവം, 2 ഊർജ്ജസ്വലം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിവിങ് ആൻഡ് ആക്റ്റീവ്. ലിവിങ്, ആക്റ്റീവ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ബൈബിള്, നിങ്ങളുടെ ബൈബിൾ എന്റെ ബൈബിൾ ഒരേ ബൈബിളാണ്, പുറംചൊട്ടയ്ക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ ബൈബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന POC ബൈബിളിൽ 35,526 വാക്യങ്ങളുണ്ട്. എത്ര വാക്യമുണ്ട്? 35,526 വാക്യമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൈബിളിൽ 35,526 വാക്യങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഈ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ലിവിങ് ആണ്, ആക്റ്റീവാണ്. ലിവിങ് എന്ന് പറഞ്ഞാൽ അതിന് ജീവനുണ്ട്. ഈ പുസ്തകത്തിൽ ഈ അക്ഷരങ്ങളും ഈ വാക്യങ്ങളും അടച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിന് ജീവനുണ്ടോ എന്ന് സംശയം തോന്നാം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ മകളെ, നീ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിന് ജീവനുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണിത്. ലിവിങ് ആണ്, അതുപോലെ ആക്റ്റീവാണ്. ഊർജ്ജസ്വലം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കും. ദൈവവചനത്തിന്റെ പ്രത്യേകത, ഈ വചനം ശക്തമായി പ്രവർത്തിക്കും. കാരണം ഈ വചനം പറയുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ വചനം സ്വീകരിക്കുമ്പോ ആ വചനത്തിന്റെ അതുല്യ ശക്തിയാൽ ജീവിതങ്ങളിൽ മാറ്റം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ നമുക്ക് ഈ വചനം വിശ്വസിക്കാം. പൗലോസ് പറയാണ് എബ്രായർ 4:12, ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനം ഉച്ചരിക്കപ്പെടുമ്പോ വചനം പ്രവർത്തിക്കും.
പ്രഭാഷകനിൽ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യും, കർത്താവ് തന്റെ പ്രവൃത്തി വചനം വഴി നിർവഹിക്കും. ശ്രദ്ധിച്ചേ, കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്യുന്നത് വചനം വഴിയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ഉച്ചരിക്കപ്പെടുമ്പോ, ദൈവത്തിന്റെ വചനം അങ്ങോട്ട് പറയുമ്പോ, വചനം വായിക്കുമ്പോ അത് മറ്റേതെങ്കിലും ഒരു ആശയം പറയുന്നത് പോലെയല്ല. മറ്റേതെങ്കിലും ഒരു ഉദ്ധരണി, ഒരു നല്ല കോട്ട് നമ്മൾ ഉദ്ധരിക്കുമ്പോ കിട്ടുന്ന ഒരു ശക്തിയല്ല ദൈവത്തിന്റെ വചനം പറയുമ്പോൾ കിട്ടുന്നത്. ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. എന്നിട്ട് വചനം പറയുകയാണ്, എബ്രായ ലേഖനം 4:12 പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. എന്ന് പറഞ്ഞാൽ ഇരുതല വാളെന്ന് പറഞ്ഞാൽ രണ്ടു വശത്തും അതിന് മാരകമായ മൂർച്ചയുണ്ട്. ഞാൻ വചനം പറയുകയാണ്, നിങ്ങൾ കേൾക്കുകയാണ്. ഈ വചനത്തിന്റെ പ്രത്യേകത ഇത് രണ്ടു വശത്തും മുനയുള്ള വാളാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും അത് ഒരുപോലെ സുഖപ്പെടുത്തും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ അത് ഒരുപോലെ മാറ്റം വരുത്തും. അതാണ് ഇരുമുന വാളാണത്. ഡബിൾ എഡ്ജ്ഡ് സ്വാഡാണത്. രണ്ടു വശത്തും അതിന് മൂർച്ചയുണ്ട്. അപ്പോ പൗലോസ് പറയുകയാണ്, ഒന്നാമത്തെ കാര്യം ഇത് ലിവിങ് ആണ്, ആക്റ്റീവാണ്. രണ്ടാമത്തെ കാര്യം ഇതിന് രണ്ടു വശത്തും മൂർച്ചയുണ്ട്. ഇരുമുനവാളിനേക്കാൾ മൂർച്ചയേറിയതും, ഇനി ശ്രദ്ധിക്കണം, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നതാണ്. കേട്ടെ, 4 കാര്യം: ചേതന, ആത്മാവ്, സന്ധിബന്ധങ്ങൾ, മജ്ജ. ചേതന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, മൈൻഡ്, ചിന്ത, ഓർമ്മ, ഭാവന, ഇതെല്ലാമാണ് ചേതനയുടെ ഭാഗം. മൈൻഡ്, ചേതന. ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, ആത്മാവ്, ദൈവത്തോട് ബന്ധപ്പെടുന്ന മേഖല. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും. സന്ധിബന്ധവും മജ്ജയും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അതിനെ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തുളച്ചു കയറുന്നതാണിത്. കേൾക്കണേ, ശ്രദ്ധിക്കണേ. അതായത് ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവവചനം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തുളച്ചു കയറും. അങ്ങനെ തുളച്ചു കയറുന്ന മറ്റൊന്നും ലോകത്തില്ല. ശരീരത്തിൽ മാരകായുധങ്ങൾ തുളച്ചു കയറും, മനസ്സിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾ തുളച്ചു കയറും. ആത്മാവിലേക്ക് തുളച്ചു കയറുന്നതൊന്നും മാനവരാശി ഇന്നോളം കണ്ടെത്തിയിട്ടില്ല. ആത്മാവിലേക്ക് തുളച്ചു കയറണമെങ്കിൽ ദൈവം പറയണം. കാരണം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ മേഖലയാണ് ആത്മാവ്. ദൈവബന്ധത്തിന്റെ ഇടമാണ് ആത്മാവ്. ആത്മാവിലേക്കൊരു സാധനം കയറണമെങ്കിൽ അത് ദൈവം പറഞ്ഞതായിരിക്കണം. മനുഷ്യൻ പറഞ്ഞത് ഒന്നിനും ആത്മാവിൽ കയറാൻ പറ്റില്ല. ശരീരത്തിൽ കയറാൻ പറ്റും, മനസ്സിലും കയറാൻ പറ്റും. ആത്മാവിലേക്ക് തുളച്ചു കയറണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ വചനം നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ലിവിങ് ആണ്, ആക്റ്റീവാണ്. എന്നിട്ട് വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനം ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തിന്റെ വചനം തുളച്ചു കയറുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത്, നമുക്ക് ദൈവത്തിന്റെ വചനത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ അത്രമാത്രം ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ടാവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC അതിന്റെ 103-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഭ കാലാകാലങ്ങളായി കർത്താവിന്റെ തിരുശരീരത്തെ എന്നവണ്ണം ദൈവവചനത്തെ ബഹുമാനിച്ചിരുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം നിങ്ങളോട്, ശ്രദ്ധിക്കണം. ചോദ്യം ഇതാണ്: ഇത് എന്റെ വലതുവശത്ത് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു. എന്റെ വലതുവശത്ത്. എന്റെ ഇടതുവശത്ത് ഈ ബൈബിൾ വെക്കുന്ന സ്റ്റാൻഡിൽ ഞാൻ വേദപുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ബൈബിൾ ഇതിനകത്ത് തുറന്നു വെച്ചിരിക്കുന്നു. എന്റെ വലതുവശത്ത്. എനിക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ദിവ്യകാരുണ്യം ഇപ്പൊ എഴുന്നള്ളിക്കാൻ പറ്റില്ല, നിങ്ങളങ്ങ് മനസ്സിൽ കണ്ടാൽ മതി. ഇവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു. എന്റെ ചോദ്യം, നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറി വരികയാണ്. നിങ്ങൾ ദേവാലയത്തിലേക്ക് കയറി വരുമ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, മക്കളെ, ഇതിൽ ഈ ദിവ്യകാരുണ്യത്തിലാണോ ഈ ബൈബിളിലാണോ യേശുവിന്റെ സാന്നിധ്യം കൂടുതലുള്ളത്? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു?
ദിവ്യകാരുണ്യത്തിലാണ്. കാരണം ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിന് മുമ്പിൽ ആരെങ്കിലും പറയൂ അങ്ങനെ? പരിശുദ്ധ ദൈവവചനത്തിന് നേരവും അങ്ങനെ പറയാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് പറയുന്നു? ഒരവസരം കൂടെ തരികയാണ് ഞാൻ നിങ്ങൾക്ക് ജയിക്കാൻ. ദിവ്യകാരുണ്യത്തിലാണോ ദൈവവചനത്തിലാണോ ഈശോയുടെ സാന്നിധ്യം കൂടുതലുള്ളത്? നിങ്ങൾ തോക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയാം. അതായത് കത്തോലിക്കാ സഭ പഠിപ്പിക്കുകയാണ്, കർത്താവിന്റെ ശരീരത്തെ എന്നോണം ഈക്വലി കർത്താവിന്റെ ശരീരത്തിൽ എന്തുമാത്രം ഈശോ ഉണ്ടോ അത്രമാത്രം ദൈവവചനത്തിലും ഈശോയുണ്ട്. നിങ്ങളിത് വിശ്വസിച്ച് ഏറ്റെടുത്തോണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വിശുദ്ധ കുർബാന കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനാ മുറിയിൽ പ്രതിഷ്ഠിച്ച് ഈശോയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈശോയുടെ അതേ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഒരു പുസ്തകം ദൈവം തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് വേദപുസ്തകം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സഭ പഠിപ്പിക്കുകയാണ്, ദൈവവചനത്തിൽ ദിവ്യകാരുണ്യത്തിലുള്ള അതേ ഈശോയ്ക്ക് ഒരു മാറ്റമില്ല. അതേ ഈശോ എഴുതപ്പെട്ട ബൈബിളിലും നമ്മുടെ ഭവനങ്ങളിൽ ആ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഗ്രഹിച്ചോണം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ എഴുന്നള്ളി വരാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ദൈവവചനം. ദൈവവചനത്തിന് അതുല്യമായ ശക്തിയുണ്ട്. ഈ വചനത്തിന്റെ ശക്തി അനന്തമാണ്. വചനത്തിന്റെ ശക്തി നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. വചനം അയച്ച് കർത്താവ് ഇടപെടും. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് കത്തോലിക്കാ സഭയ്ക്ക് വേദപുസ്തകത്തോട് നല്ല ബന്ധമുണ്ട്. പക്ഷെ കത്തോലിക്കരായ നമ്മൾക്ക് എത്രമാത്രം ഈ പുസ്തകത്തോട് ബന്ധമുണ്ട് എന്ന് ചിന്തിക്കാനാണ്. ഈ രാത്രിയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ചങ്കിനകത്ത് നാരായം കൊണ്ട് ഇത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കണം. എന്നിട്ട് വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കാൻ പറ്റണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാന് സൗദി അറേബ്യ ചെല്ലുമ്പോ അവിടെ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ നടക്കുകയാണ്. ആ പ്രാർത്ഥനാ കൂട്ടായ്മയില് പോകാനായിട്ട് വൈകിട്ട് 5 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. ഒരു 3 മണിയായപ്പോ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ, വളരെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണാസന്ന നിലയിൽ വീട്ടിൽ കിടപ്പുണ്ട്, അച്ഛാ ഒന്ന് പോയി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടുവാങ്ങി, ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ ചെല്ലുമ്പോ ഒരു ഫ്ലാറ്റാണ്. അതില് ഒരു ചെറിയ ഫ്ലാറ്റ്, 1-2 മുറിയുണ്ട്. എല്ലാം പാവപ്പെട്ട മനുഷ്യരാണ്. അവർ കയറി ചെല്ലുമ്പോഴേ അറിയാം, വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന മക്കളാണ്. നല്ല പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ അവന്റെ ഭാര്യയോട് സംസാരിച്ചു. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവള് പറഞ്ഞു, അച്ഛാ, എനിക്ക് ജോലിയില്ല. എന്റെ ജോലി ഉണ്ടായിരുന്നു, ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. അതുപോലെ എന്റെ ഭർത്താവ് ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഭർത്താവ് മരണാസന്ന നിലയിൽ കിടക്കാണ്. ഞാൻ അദ്ദേഹം കിടക്കുന്ന മുറിയിലേക്ക് ചെന്നപ്പോ ഒരു മനുഷ്യൻ താടിയൊക്കെ വളർത്തി ശരിക്കും ഒരു വൃദ്ധനായ രോഗിയെ പോലെ കട്ടിലെ കിടക്കുക. ഇപ്പൊ ഇവനൊരു 10-35 വയസ്സ് പ്രായമേ ഉള്ളൂ. 2 ചെറിയ കുഞ്ഞുങ്ങള്. ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ അവന്റെ ഭാര്യയും എന്നെ കൊണ്ടുപോയി ചേട്ടനും പറഞ്ഞു, അച്ഛാ, ഇവന് ഭയങ്കര പേടിയാണ്. ഇവന്റെ രോഗം നല്ല മൂർധന്യാവസ്ഥയിലാണ്. ഇവന് വളരെ ബുദ്ധിമുട്ടുള്ള രോഗമാണ്. ഈ വയറുഭാഗത്ത് ഒരു പ്രത്യേക രോഗം. അപ്പോ ഭാര്യ പറയാണ്, അച്ഛാ, എന്റെ അച്ചായനെ ഇങ്ങനെ തളർത്തിയിട്ടിരിക്കുന്നത് രോഗത്തെക്കാൾ കൂടുതൽ ഭയമാണ്. ഞാൻ ചോദിച്ചു, എന്ത് ഭയം? ഇപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ അച്ചായന്റെ അപ്പച്ചൻ പിതാവ് മരിച്ചത് ഇതേ രോഗം വന്നാണ്. നേരത്തെ മരിച്ചതാണ്, അകാല മരണമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ ചങ്കിനകത്ത് ഇങ്ങനെ ഒരു ഭയം കയറി. ഞാനും നേരത്തെ ഈ രോഗം വന്നിട്ടുള്ളത് കൊണ്ട് ഞാനും എന്റെ അപ്പച്ചൻ മരിച്ച പോലെ നേരത്തെ മരിച്ചു പോകും. ഇതാണ് അവന്റെ അകത്ത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറെ സമയം പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദാസനോട് കരുണയാവണേ കർത്താവേ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ളൊരു വചനം പെട്ടെന്ന് കയറി വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് ഇവനോട് പറഞ്ഞു, മോനെ, നിനക്കുള്ള വചനം കിട്ടിയിട്ടുണ്ട്, നിനക്കുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ആവർത്തിക്കാൻ മടിയാണെങ്കിൽ നിന്റെ ഭാര്യ കട്ടിലിന് അരികിൽ ഇരുത്തിയിട്ട് അവളെ കൊണ്ട് നീ ഇത് പറയിപ്പിക്കണം, ഈ വചനം. എന്താച്ചാ വചനം? സങ്കീർത്തനം 118:17. സങ്കീർത്തനം 118:17 വചനം എങ്ങനെയാണ്?
ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഇതാണ് വചനം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. അവൻ ചോദിച്ചു, വച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിനക്ക് 100 വട്ടം 200 വട്ടം 1000 പ്രാവശ്യം, എത്ര പ്രാവശ്യം ഇത് ഒരു ദിവസം പറയാൻ പറ്റുമോ? നീ അത്രയും പ്രാവശ്യം ഈ വചനം പറഞ്ഞോണം. നിന്റെ പ്രശ്നം രോഗമെന്നതിനേക്കാൾ കൂടുതൽ ഭയമാണ് മോനെ. അതുകൊണ്ട് നീ വചനം പറ. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങനെ പറയാൻ പറഞ്ഞു. എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നീ ഇത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പോയി. 3 ദിവസം കഴിയുമ്പോൾ ഒരു വെള്ളിയാഴ്ച ഒരു പ്രയർ ഹാളില് പ്രാർത്ഥനയ്ക്ക് കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് 100 കണക്കിന് ആളുകൾ വന്ന് തടിച്ചു കൂടിയിട്ടുണ്ട്. സൂചി കുത്താൻ സ്ഥലമില്ല. അപ്പൊ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛാ, ആ മരിക്കാൻ കിടന്നവൻ ഇവിടെ അവന്റെ ഭാര്യയും മക്കളും എല്ലാം നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ പള്ളി വന്നിട്ടുണ്ട്, സാക്ഷ്യം പറയിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാക്ഷ്യം ഒന്നും പറയിപ്പിക്കണ്ട, അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ വന്നു. ഒരുമാവൻ നല്ല അവനെ കണ്ടാൽ 3 ദിവസം മുമ്പ് അവിടെ കട്ടിലെ മരിക്കാൻ കിടന്നവനാന്ന് പറയില്ല. അവനെ കർത്താവ് ആ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ വചനം, അവന് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല. ദൈവം തമ്പുരാന്റെ കരുണയാൽ ഈ വചനം കൊണ്ട് കർത്താവ് അവനെ സുഖപ്പെടുത്തി. ആ വചനത്തിന്റെ ശക്തി. ഞാൻ വേണം ഇതുപോലെ അനേക അനുഭവങ്ങൾ പറയാം. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിന്റെ വചനത്തിന് അതുല്യമായ ശക്തിയുണ്ട്. ഈ ശക്തി ദൈവവചനത്തിനുണ്ട്. നമ്മളിലേക്ക് ഈ വചനത്തിന്റെ ശക്തി പ്രവേശിക്കണം. ദൈവവചനത്തിന്റെ അതുല്യ ശക്തി കൊണ്ട് നമ്മൾ നിറയപ്പെടണം. കർത്താവിന്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടണം. വചനം അയച്ച് ദൈവം നമ്മുടെ ജീവിതത്തെ ഇടപെടണം. ഏത് പ്രതിസന്ധി വരുമ്പോഴും വേദപുസ്തകത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച് പ്രതികൂലത്തെ നേരിടാൻ പറ്റുന്ന ഒരു ആത്മധൈര്യം എന്റെ പ്രിയപ്പെട്ട ദൈവ വൈദ്യരെ ദൈവം നിനക്ക് തരണം. ബൈബിളിൽ നിന്ന് ഉത്തരം കിട്ടണം. വേദപുസ്തകത്തിലൂടെ ദൈവം സംസാരിക്കണം. വചനം വായിച്ച് ധ്യാനിച്ച് മക്കളെ വളർത്തണം. കുടുംബങ്ങളിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും എന്ന് നമ്മൾ വിശ്വസിച്ച് ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ബൈബിളുമായി നമുക്ക് വിട്ടുപിരിയാത്ത ഒരു ബന്ധം ഉണ്ടാവണം. ഇതിന്റെ കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഏത് കാര്യത്തിനും വില കൊടുക്കണം. എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ആ കാര്യത്തിന് വില കൊടുക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വചനം കേൾക്കാൻ, ദൈവവചനം കേൾക്കാൻ വരികയാണെങ്കിൽ വചനമല്ലേ കേൾക്കാൻ വരുന്നത്. അതുകൊണ്ട് ദൈവവചനം കേൾക്കാൻ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. അതിനകത്തൊരു നാണക്കേട് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എന്തിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്? നമ്മൾ ആരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇത് ദൈവം നോക്കുന്നുണ്ട്. ഒരു വചനം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കോണ്ടെക്സ്റ്റിൽ നിയമാവർത്തനം 2 ദിനവൃത്താന്തം 16:9 ഇങ്ങനൊരു വചനമുണ്ട്. 2 ദിനവൃത്താന്തം 16:9 വചനം ഇതാണ്: തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. അപ്പൊ ദൈവം ഇങ്ങനെ മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 700 കോടി മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ ക്യാമറ കണ്ണുകൾ മനുഷ്യരെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ആരെ ഉറ്റുനോക്കുന്നറിയാമോ? തന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ പെരുമാറുന്നവർക്ക് വേണ്ടി തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം പായുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മളിൽ ആ ഒരു നിഷ്കളങ്കത ദൈവം കാണണം. ഒരു കുടുംബനാഥന് ആ ബൈബിളും കൊണ്ട് വരുമ്പോ, ആ ബൈബിൾ എടുത്ത് പിടിച്ചുകൊണ്ട് വരുമ്പോ, ആ കുടുംബനാഥന് ആ വേദപുസ്തകം ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ആ വചനം കേൾക്കാൻ ഞാൻ പോവാണ്. പ്രത്യേകിച്ച് നമ്മൾ വരുന്ന മജോറിറ്റി ആളുകൾക്കും വണ്ടി ഉണ്ടെന്നാണ് എന്റെ വിചാരം. ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇപ്പൊ വാഹനത്തിൽ ഒരു ബൈബിളൊക്കെ വെച്ച് ഒരു നോട്ട്ബുക്കൊക്കെ പിടിച്ച് നിങ്ങൾ അതിന് വില കൊടുത്തു വരണം. എന്താണ് എന്റെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, വരുംകാലത്തിന് വേണ്ടി നീ കരുതി വെക്കാൻ പോകുന്നത്? നീ കരുതി വെച്ച ബാങ്ക് ബാലൻസിന് നിന്റെ മക്കളെ രക്ഷിക്കാൻ പറ്റുമോ? നീ കരുതി വെച്ച, നീ കൂട്ടിവെച്ച സ്വത്തിന് നിന്റെ മക്കളെ നേടാൻ പറ്റുമോ? നീ കാത്തുവെച്ച സമ്പത്തിനും നീ നേടിയെടുത്ത പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും നിന്റെ മക്കളുടെ ആത്മാവിനെ നേടാൻ പറ്റുമോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ താങ്ങി നിർത്താൻ നീ നേടിയെടുത്ത ലോകത്തിൽ എന്തിനെങ്കിലും പറ്റുമോ? വചനമെടുത്ത് ചങ്കയെ വെച്ച് മുട്ടുകുത്തുന്ന ഒരപ്പൻ, ഒരമ്മ, ആ അപ്പനെ അമ്മയെ കണ്ടു വളരാൻ ഭാഗ്യം കിട്ടുന്നതാണ് വരുംകാല തലമുറയുടെ ഭാഗ്യം. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഒരു തലമുറയുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ പാലായിൽ നിന്നും ഒക്കെ പണ്ട് കുടിയേറ്റ പ്രദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയ ഒരു തലമുറ. അവര് വീട് വെക്കുന്നതിന് മുമ്പ് പള്ളി പണിഞ്ഞവരാണ്. ചെറ്റക്കുടിലിൽ അവർ താമസിക്കുമ്പോഴും മനോഹരമായ പള്ളി പണിയാൻ തീരുമാനിച്ച ആ തലമുറ നിങ്ങൾ ഓർക്കുന്നുണ്ട്? മുള്ളും മരടും മൂർഖനും ഒക്കെ നിറഞ്ഞ കാട്ടുവഴികളിലൂടെ നടന്ന് കാട് വെട്ടിത്തെളിച്ച് നാടാക്കി കൃഷിഭൂമിയാക്കി മാറ്റിയിട്ട് മലേറിയ, കോളറ, വസൂരിയൊക്കെ തുടങ്ങിയ മാരക രോഗങ്ങൾ വന്ന്
മഴ പോലെ കുടുംബത്തിലേക്ക് പെയ്ത് ജീവനെ ഒന്നൊന്നായി കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാലത്തും അവരൊക്കെ ദേവാലയങ്ങളിലേക്ക് പ്രഭാതങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ച് സന്ധ്യാനേരങ്ങളിൽ മുട്ടുകുത്തി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ചാണകം മെഴുകിയ തറയിൽ മുട്ടുമടക്കി പൊട്ടി പിഞ്ചിക്കീറാറായ ഒരു പുസ്തകം എടുത്ത് പാട്ടുപാടി പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി അങ്ങനെ ജീവിച്ച ഒരു തലമുറയുടെ മിച്ചമാണ് എന്റെ മക്കളെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ട അപ്പ അമ്മേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ എന്താ ബാക്കി വെച്ചത്? പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. എനിക്ക് സൗദി അറേബ്യയിൽ എന്റെ ഒരു ശുശ്രൂഷകൻ ചെറുപ്പക്കാരനുണ്ട്. അവന് വിശുദ്ധനായ ചെറുപ്പക്കാരനാണ്. അവന് ഒരു യൂറോപ്യൻ രാജ്യത്തില് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് കുറച്ചു കാലം നിന്ന് അപ്പനെ ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യ ജോലി ചെയ്യുന്നു. ഒരു 5 ദിവസം അവധി കിട്ടിയ ചാടി നാട്ടിൽ വരും. നാട്ടിൽ വരുന്ന മറ്റൊന്നിനല്ല, ഞാൻ മുറിയിലിരുന്നാൽ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. തെരുവിലേക്ക് ചെന്നിട്ട് അവിടേക്ക് ഒറ്റപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് ചെന്നിട്ട് ഈശോയെ കുറിച്ച് പറയാനാണ് അവൻ ഈ വരുന്നത്. അവൻ വരുന്ന പിക്നിക്ക് പോകാനല്ല. അവൻ കൂട്ടുകാരെയും കുട്ടി ഏതെങ്കിലും വിനോദ സഞ്ചാര സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിടാനല്ല അവൻ വരുന്നത് 10 ആത്മാക്കളെ നേടാനാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് പോരാച്ചാ, ഇത് പോരാ, ഇത്രയും അഭിഷേകം പോരാ, ഇത്രയും കൃപ പോരാ, ഇത്രയും പ്രാർത്ഥന പോരാ, ഇത്രയും ദാഹം പോരാ എന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അച്ഛൻ അറിയുമോ? എനിക്ക് 2 or 3 വീടുള്ളതല്ല, എന്റെ അപ്പന് ഒരു ബിസിനസിന്റെ വലിയ ശൃംഖലയുള്ളതല്ല, എന്റെ അക്കൗണ്ടിൽ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉള്ളതല്ല. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം രാത്രി 10 മണിക്കോ 10:30-ക്കോ കുരിശ് വരെ ചുറങ്ങാൻ കിടന്നാൽ 2 മണിക്കോ 2:30-ക്കോ ഒക്കെ ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോ എന്റെ അപ്പൻ അല്ലെ വെള്ളം കുടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അപ്പന്റെ മുറിയിൽ വെട്ടമുണ്ടല്ലോ എന്ന് കണ്ട്, അപ്പം വാതിൽ ചാരിയിട്ടിട്ടില്ലോ എന്ന് കണ്ട് വെറുതെ ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഒരു തിരിയും കത്തിച്ചു വെച്ച് മുട്ടയിൽ നിന്ന് നിലവിളിച്ച് കരയുന്ന ഒരു അപ്പനെ പല രാത്രികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് അച്ഛാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ അപ്പൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൻ തന്ന ബിസിനസിന്റെ സാമ്രാജ്യം അല്ല, അപ്പൻ തന്ന ബാങ്ക് ബാലൻസ് അല്ല, അപ്പൻ തന്ന വിദ്യാഭ്യാസം അല്ല, അപ്പൊ ഇംഗ്ലണ്ട് വിട്ട് പഠിപ്പിച്ചതല്ല. എനിക്ക് എന്റെ അപ്പൻ തന്ന ഏറ്റവും വലിയ സമ്മാനം മുട്ടയിൽ നിന്ന് പാതിരാത്രികളിൽ നിലവിളിച്ച് കരയുന്ന ഒരു അപ്പനെ കണ്ട് വളരാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്നതാണ് ദൈവം എനിക്ക് തന്ന മഹാഭാഗ്യം എന്നവൻ എന്നോട് പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറയുന്നത് ദൈവിക കാര്യങ്ങളിൽ ലജ്ജ തോന്നരുത്. നിങ്ങളുടെ മക്കൾ കാണണം നിങ്ങൾ ബൈബിളും പിടിച്ച് ദേവാലയത്തിൽ വരുന്നത്, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് എല്ലാം എഴുതി വെക്കുന്നത്, നിങ്ങളത് വരയിട്ട് പഠിക്കുന്ന, നിങ്ങളുടെ വീട്ടിലിരുന്ന് ശ്രദ്ധയോടെ ബൈബിള് വായിക്കുന്ന അപ്പനെ അമ്മയെ നിങ്ങളുടെ മക്കൾ കാണണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ നീ മുട്ടുകുത്തുന്നത്? മക്കൾ കണ്ടിട്ടുണ്ടോ നീ ദൈവത്തെ ആരാധിക്കാൻ കൈവിരിക്കുന്നത്? മക്കൾ കണ്ടിട്ടുണ്ടോ നീ ഉപവസിക്കുന്നത്? മക്കൾ കണ്ടിട്ടുണ്ടോ നീ കൈകൂപ്പി ഭക്തിയോടെ നിൽക്കുന്നത്? നേരത്തെ വന്ന് പരിശുദ്ധ കുർബാന തുടങ്ങും മുമ്പ് മുട്ടുകുത്തുന്ന ഒരു അപ്പനെ അമ്മയെ മക്കൾ കണ്ടിട്ടുണ്ടോ? നശിച്ചു പോകത്തില്ല. ഞാൻ ഒരു മെഡിക്കൽ കോളേജില് നഴ്സിംഗ് സ്റ്റുഡൻസിനെ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോ പിന്നെ പെൺകുട്ടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് നാളെ എന്നെ കൊണ്ടുവിടാൻ എന്റെ ആങ്ങളെ വരും രാവിലെ. 9 മണിക്കൊന്ന് റോഡിൽ ഇറങ്ങി നിൽക്കണേ അച്ഛാ, അവനെ ഒന്ന് കാണണേ അച്ഛാ, അവന് നശിച്ചുകൊണ്ടിരിക്കുക അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇവള് കരയാണ്. ഞാൻ പറഞ്ഞു, മോളെ, നമുക്ക് ഈ ധ്യാനത്തിനുള്ള പിള്ളേരെ തന്നെ കാണാൻ സമയമില്ല. അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ എങ്ങനെങ്കിലും ഒന്ന് കാണണേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് രാവിലെ 9 മണിക്ക് ഞാൻ റോഡിൽ കയറി നിന്നു. അപ്പൊ ഇവൻ പതിവ് സമയത്ത് ഇവളെ കൊണ്ടുവിടാനായിട്ട് വരികയാണ്. അവൻ വന്നു, ഇവളെ ഇറക്കുമ്പോ അവൾ എന്നെ ഇങ്ങനെ കണ്ണു കാണിച്ചു, ഇവനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ വിളിച്ചു, മോനെ ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞു. അവൻ വന്നു. ഞാൻ പറഞ്ഞു, മോനെ എന്നാണ്ടോ വിശേഷം, സുഖമാണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് തിരക്കുണ്ടോടാ? ഇല്ല തിരക്കില്ല. ഞാൻ പറഞ്ഞു, എന്നാ നീയെ നല്ല ഒരു കൗൺസിലർ ചേട്ടൻ അച്ഛൻ്റെ കൂടെ ഉണ്ട്, മോനൊരു കൗൺസിലിങ്ങിന് പോയിട്ട് വാടാന്ന് പറഞ്ഞു. ഒരു 2.5-3 മണിക്കൂർ അവൻ ആ കൗൺസിലർ സഹോദരന്റെ മുമ്പിലിരുന്നു. അത് കഴിഞ്ഞൊരു 12:30 മണിയൊക്കെ കഴിയുമ്പോ ഈ ചേട്ടൻ ഇവനോട് വന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, അച്ഛനോട് ഇവന് എന്തോ പറയാനുണ്ട്, ഞാനങ്ങ് പോവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് കഞ്ചാവും അത് പൊതിഞ്ഞ്, നല്ല അറിവുള്ള മക്കള് കഞ്ചാവ് വലിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ചേട്ടന്മാരൊന്നും വലിക്കുന്ന പോലെ ബീഡി കത്തുന്നല്ല അവർ വലിക്കുന്ന, അവർക്ക് വേറെ നല്ല സംവിധാനമുണ്ട്. അതിനുപയോഗിക്കുന്ന കുറച്ച് ഇമ്പോർട്ട് ചെയ്ത ഒരു സൈസ് പേപ്പർ ഉണ്ട്. ആ പേപ്പറും ഈ കഞ്ചാവും കൂടെ എന്റെ തന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇത് അച്ഛൻ്റെ ഇരിക്കട്ടെ, ഞാൻ ഇത് കൊണ്ടുപോയ ചിലപ്പോൾ എനിക്ക് ടെംപ്റ്റേഷൻ വന്നിട്ട് ഞാൻ വലിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണം, എനിക്ക് അച്ഛനോടൊന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം, ഞാൻ എപ്പോഴാ വരണ്ടേ? ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. അവൻ എന്റെ അടുത്ത് വന്നിട്ട് ഒത്തിരി കരഞ്ഞ് അവന്റെ ജീവിതം മുഴുവൻ എന്റെ അടുത്ത് പറഞ്ഞ് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അവൻ തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു പോയിട്ട് അടുത്ത ദിവസവും വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം അച്ഛനെ കാണിക്കാൻ പറ്റിയില്ല.
അതുകൊണ്ട് അത് പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു വന്നു. ഇന്ന് വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛൻ ഇന്റർനെറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടടാ. അവൻ പറഞ്ഞു ഗൂഗിൾ എടുത്തേ. ഞാൻ ഗൂഗിൾ എടുത്തു. ഗൂഗിൾ എടുത്തിട്ട് അവൻ എന്തോ ഒരു പേര് ടൈപ്പ് ചെയ്തു. ആ പേര് ടൈപ്പ് ചെയ്തിട്ട് ഇമേജസ് എടുത്തപ്പോ അതിനകത്ത് കുറെ യന്ത്രങ്ങളുടെ രൂപങ്ങൾ വന്നു, യന്ത്ര മാതൃകകൾ. ഞാൻ ചോദിച്ചു ഇതെന്താ? അവൻ പറഞ്ഞു, അച്ഛാ ഇത് 3 4 പേര് ഒരുമിച്ച് ഒരു മുറിയിലിരുന്ന് കസേരയിട്ട് ഒരുമിച്ചിരുന്ന് ഇത് നടുക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഒന്ന് കഞ്ചാവ് വലിക്കും, അതിനുള്ള ഒരു മെഷീനാണെന്ന് പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനെയാണോ നിങ്ങളിത് വലിക്കുന്നത്? അവൻ പറഞ്ഞു, അച്ഛാ അകം മുഴുവൻ വെന്തിരിക്കാന്ന് പറഞ്ഞു, അകം മുഴുവൻ. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനൊന്ന് ഉടുപ്പൂരി അച്ഛനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഉടുപ്പൂരിയിട്ട് ദേഹത്ത് മുഴുവൻ അപകടത്തിന്റെ പാടുകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ പറ്റി? അവൻ ഇങ്ങനെ പറയുകയാണ്, ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് കഞ്ചാവിന്റെ ലഹരിയിൽ ബൈക്ക് ഓടിച്ചു പോവാണ്. നാഷണൽ ഹൈവേ വെച്ച് ഒരു ടാങ്കർ ലോറി തട്ടിയിട്ട് ചോര വാർന്ന് കിടന്നു. ആരുടെ കാരുണ്യം കൊണ്ട്, ആരോ അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു ശരീരത്തിന്റെ പുറം മുഴുവൻ അങ്ങനെ തകർന്നു, അകം മുഴുവൻ മയക്കുമരുന്ന് കൊണ്ട് വെന്തു. അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് നന്നായിട്ട് നല്ലൊരു മകനായിട്ട് ജീവിക്കണം, എനിക്ക് നല്ലൊരു ആങ്ങളെ ആവണം, എന്റെ അപ്പനും അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു മകനായിട്ട് മാറണം. അച്ഛാ അതിനാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നതും കുമ്പസാരിച്ചതും പ്രാർത്ഥിച്ചതും. അവൻ പറഞ്ഞു, അച്ഛാ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ആ വഴിക്ക് മരണം സംഭവിക്കേണ്ട ആ യാത്രയില് എന്നെ ദൈവം ജീവൻ രക്ഷിച്ച് തിരിച്ചു തന്നു. ആ തിരിച്ചു തന്നപ്പോ മുതൽ എനിക്ക് എന്റെ ഹൃദയത്തില് ഒരു ആഗ്രഹമുണ്ട്, എനിക്കിതെല്ലാം നിർത്തണം. അച്ഛൻ അന്ന് കൗൺസിലിങ്ങിന് വിട്ടു. എനിക്ക് നല്ലൊരു അനുഭവം കിട്ടി. എനിക്ക് ദൈവം എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യം കിട്ടി. ഞാൻ കുമ്പസാരിച്ചു. ഇപ്പൊ എനിക്ക് ഇത് വലിക്കണമെന്ന് ചിന്തയൊന്നുമില്ല. ഞാൻ ഇന്ന് വന്നത് ഇത് അച്ഛനെ കാണിക്കാൻ മാത്രമല്ല, പഠിക്കാൻ വേണ്ടി അപ്പനും അമ്മയും വിട്ടിട്ട് 4 പേര് ചേർന്നൊരു മുറിയെടുത്ത് ആ മുറിയിൽ ഇങ്ങനെ കഞ്ചാവും വലിച്ച് 3 മാസം പോലും കോളേജിൽ പോയിട്ടില്ല. 4 വർഷം അങ്ങനെ ജീവിച്ച് അങ്ങനെ തകർന്ന്. അവൻ പറഞ്ഞു ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. ഞാൻ വന്ന എന്തിനെന്നറിയാമോ? അച്ഛാ ഞാൻ ഇങ്ങനെ ഇന്ന് നേരെയാവണമെന്നുള്ള ആഗ്രഹത്തോടെ വന്ന് കുമ്പസാരിച്ച് നേരെയാവാൻ തീരുമാനം എടുത്ത് പോകുമ്പോ അച്ഛാ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ അമ്മ ഒരുപാട് കരഞ്ഞ് എനിക്ക് വേണ്ടി മുട്ടുകുത്തിയതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച എന്താ മോനെ? അവൻ പറഞ്ഞ, അച്ഛാ ഓരോ പ്രഭാതത്തിലും ഞാൻ എഴുന്നേൽക്കുമ്പോ കണ്ടിട്ടുള്ളത് ചങ്കത്തടിച്ച് കരഞ്ഞുകൊണ്ട് തിരുഹൃദയ രൂപത്തിന് മുമ്പേ മുട്ടുമടക്കി മാറത്തടിച്ച് നിലവിളിക്കുന്ന എന്റെ അമ്മയാണ്. എനിക്ക് മാറ്റം വരണേ മാറ്റം വരണേ എന്നോർത്ത് എന്റെ അമ്മ കരഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് അച്ഛന്റെ മുമ്പില് ഞാനൊരു നല്ല ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്നത്. ഒത്തിരി സന്തോഷമുള്ളൊരു മകനാണിത്. എന്റെ പേര് ഞാൻ പറയുന്നില്ല. അവൻ അപ്പനെ സഹായിച്ചുകൊണ്ടൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നു. അവന് ഒരു നല്ല ജോലി ചെയ്ത് ദൈവം അവനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറയുന്നതിനെന്നറിയാമോ? ഒരു ബൈബിൾ കൊണ്ടിരുന്ന കാര്യം പറഞ്ഞ് തുടങ്ങി പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു മാതൃക എടുക്കണം. അതിന് ചേട്ടന്മാരോട് ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത്, വേദപുസ്തകം കൊണ്ടിരുന്ന ഒരു ആനക്കാരിയാണോ ചോദിച്ചാൽ അതൊരു ആനക്കാരിയാണ്. അതായത് ഒരു ബൈബിളൊക്കെ പിടിച്ച് അതിനൊക്കെ ഒരു ദൈവിക കാര്യത്തിന് വരുമ്പോൾ ഒരു വില കൊടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഒരു കുർബാന പുസ്തകം പിടിച്ച് ഒക്കെ വരണം. ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും വാട്സപ്പിലും ഒക്കെ പ്രചരിച്ച് എന്നെ ഒത്തിരി ആളുകൾ തെറി വിളിച്ചൊരു വീഡിയോ ഉണ്ട്. ആ തെറി വിളിച്ച വീഡിയോ ഇതാണ്. അതായത് ഞാൻ പറഞ്ഞു, ദേവാലയത്തില് പിരിവിന്റെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചൊരു വീഡിയോ ആണ്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്നറിയാമോ? എന്റെ മനസ്സിലൊരു വേദനയുണ്ട്. ആ വേദന എന്തെന്നറിയാമോ? അതായത് ഇല്ലായ്മയുടെ കാലത്ത്, പട്ടിണിയുടെ കാലത്ത്, ഒരു നിവൃത്തിയില്ലാത്ത കാലത്ത് അനേകം ആളുകൾ ദേവാലയത്തിൽ വന്ന് മുമ്പിൽ നിന്ന് പള്ളിക്കകത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അല്പം വിദ്യാഭ്യാസമായപ്പോ, അല്പം ജീവിത നിലവാരം കൂടിയപ്പോ, കുറച്ച് പൈസ കൂടിയപ്പോ, കുറച്ച് സ്ഥാനമാനങ്ങൾ കൂടിയപ്പോ, മാരുതി 800-ൽ നിന്ന് വില കൂടിയ ഓടിയുടെ കാറിലേക്ക് നമ്മൾ മാറിയപ്പോ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു മാനക്കേടായിട്ട് അതേ ആളുകൾക്ക് മാറുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മനസ്സിലൊരു ഇന്നും വേദനയാണ്. അതായത് ഇല്ലായ്മയുടെ കാലത്ത് ദൈവത്തെ വിളിക്കാൻ ഒരു മടിയില്ല. ദൈവാരാധന എന്ന് പറഞ്ഞാൽ യാതൊരു പണിയില്ലാത്ത കുറെ ആളുകളുടെ വിചാരം എന്നാണ് നമ്മുടെ പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഒരു തൊഴിലും ഇല്ലാത്തവൻ, ബൈബിളൊക്കെ പിടിച്ച് കൊന്തയൊക്കെ പിടിച്ച് കുർബാന പുസ്തകം, ഒരു പണിയില്ലാത്തവനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുമാതിരി അന്തസ്സായി കഴിഞ്ഞാൽ പിന്നെ പള്ളിക്ക് പുറത്താണ് നിൽക്കേണ്ടത്. ഞാനൊരു ദേവാലയത്തിലാണ് ഇത് പ്രസംഗിച്ചത്. ആ ദേവാലയത്തിൽ ഡിറ്റോ ഇത് ഞാൻ സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അന്തസ്സുള്ളവരെല്ലാം പള്ളിയുടെ വെളിയിലാണ് നിൽക്കുന്നത്. പാവപ്പെട്ടവനും നിവൃത്തിയില്ലാത്തവനും ഗതികണ്ടവനും പലിശ കാശ് കൊടുത്ത് മുടിഞ്ഞവനും എല്ലാം പള്ളിക്കകത്ത് നിൽക്കുകയാണ്. ദാരിദ്ര്യം ഉള്ളവനും ഗതികെട്ടവനും നിവൃത്തിയില്ലാത്തവനും അപമാനമുള്ളവരും ഭാരമുള്ളവനും മാത്രം പള്ളിക്കകത്ത്, അന്തസ്സുള്ളവരെല്ലാം പള്ളിയുടെ വെളിയിൽ. അതാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ മക്കൾ ഈ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ അവരെന്താ കാണുന്നേ?
നിവൃത്തിയില്ലാത്തവനും ഗതിയില്ലാത്തവനും കടമുള്ളവനും സ്ഥാനമില്ലാത്തവനും ജോലിയില്ലാത്തവനും എല്ലാം പള്ളിക്കകത്ത്, അന്തസ്സുള്ളവരെല്ലാം പള്ളിയുടെ വെളിയിൽ. നിങ്ങളുടെ മക്കൾ എന്താ വിചാരിക്കുന്നത് അറിയാമോ? അന്തസ്സില്ലാത്തവന്റെ ജോലിയാണ് ദൈവാരാധന, ഒരു നിവൃത്തിയില്ലാത്തവന്റെ പണിയാണ് ദൈവാരാധന, ഗതികെട്ടവന്റെ ജോലിയാണ് ദൈവാരാധന. അങ്ങനെ മക്കൾ വിചാരിക്കുന്നേ. അതുകൊണ്ട് അവര് ഗതിയില്ലാത്ത കാലത്ത് പള്ളിക്കകത്ത് നിൽക്കും. എന്തെങ്കിലും ഒരു ഗതിയാകുമ്പോൾ അവരും പള്ളിക്ക് പുറത്തിറങ്ങും. നാളെ അടുത്ത ജനറേഷൻ ഇത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളിൽ ഏറ്റവും വലിയ ദൈവം അനുഗ്രഹിച്ച് ഭൗതികമായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ പള്ളിയിൽ ഒന്നാമത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഗതിയില്ലാത്ത പാവപ്പെട്ടവർ പള്ളിയിൽ നിന്ന് ആരാധിക്കാൻ അങ്ങനല്ലേ പറയുന്നു. മറിച്ച് ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ ആരാധിക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. ദൈവിക കാര്യങ്ങളിൽ വില കൊടുക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ കർത്താവിന്റെ വചനം, ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാന നിങ്ങളുടെ കൈ തന്നിട്ട്, ദിവ്യകാരുണ്യം കൈ തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, മക്കളെ ഇത് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം ബഹുമാനത്തോടെ ദിവ്യകാരുണ്യം കൊണ്ടു നടക്കും. അതേ ബഹുമാനത്തോടെ ബൈബിൾ കൊണ്ടു നടക്കണം, വേദപുസ്തകം കൊണ്ടു നടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം, ആകാശം മാറും ഭൂമി മാറും, നിങ്ങളുടെ വചനത്തിന് മാത്രം മാറ്റമില്ല. ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നന്നായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കണം. ഞാൻ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാൻ പോവാണ്. അത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ഇത് അത്യാവശ്യം എളുപ്പമുള്ള LKG ക്ലാസ്സിലെ കാര്യമാണ് ഇതുവരെ പറഞ്ഞ്. ഇനി നമ്മൾ 10ാം ക്ലാസ്സിലോട്ട് കയറാൻ പോവാണ്. 10ാം ക്ലാസ്സിലോട്ട് കയറണമെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. അതായത് വചനം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്, വചനം എന്ന് പറയുന്ന വാക്ക്, ഈ വചനം എന്ന് പറയുന്ന മലയാള വാക്കിന് പകരം ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ഈ പുതിയ നിയമത്തിൽ 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വചനം എന്ന് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന ആ വചനത്തിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണിത്. 2 വാക്കാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതാണ് ലോഗോസ്. കേട്ടിട്ടില്ലേ? ലോഗോസ് ക്വിസ്. ഇപ്പൊ വചനത്തിന് നമ്മളിപ്പോ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന വാക്യത്തിലെ വചനം എന്ന വാക്ക് ഗ്രീക്കിൽ പറഞ്ഞ, എനിക്ക് ഗ്രീക്കൊന്നും അറിയാൻ പാടില്ല, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. ലോഗോസ്, ബാക്കി പറയാൻ അറിഞ്ഞുകൂടാ. അപ്പോ ഇതാണ് ഒരു വാക്ക്, ലോഗോസ്. ഇനി ലോഗോസ് എന്നൊരു വാക്കുള്ളത് പോലെ മറ്റൊരു വാക്കുണ്ട്. ആ വാക്കാണ് റേമ. RHEMA. റേമ എന്നൊക്കെ പറഞ്ഞേ. 20% ആളുകൾ പറഞ്ഞു. ബാക്കിയുള്ളവരോട് പറഞ്ഞേ റേമ. റേമ. ആദ്യത്തെ വാക്ക് ഏതാണ്? ലോഗോസ്. രണ്ടാമത്തെ വാക്ക് ഏതാണ്? റേമ. ആദ്യത്തെ വാക്ക്, രണ്ടാമത്തേത് മറക്കില്ല. അപ്പോ എന്തിന് ഉപയോഗിക്കുന്ന വാക്കാ ഇത്? വചനം. ഇനി ശ്രദ്ധിച്ചു, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ലോഗോസ്, എന്താണ് റേമ? ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല വെളിച്ചം കിട്ടും. ബൈബിള് വായിക്കാൻ നിങ്ങൾക്ക് നല്ല പ്രചോദനം കിട്ടും. അതിന് ഞാനിത് പറയുന്നു. ലോഗോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ എത്ര വാക്യങ്ങളുണ്ട്? 35,526 വാക്യങ്ങളുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കിയോ, 35,526 വാക്യങ്ങൾ അടങ്ങിയ ഡാനിയേലച്ചന്റെ ബൈബിള് ഡാനിയേലച്ചൻ ഇങ്ങനെ അടച്ച് വായിക്കാതെ വെച്ചിരിക്കുകയാണ് എന്റെ വീട്ടിൽ. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഈ 35,526 വാക്യങ്ങൾ എനിക്ക് എന്താണ്? ലോഗോസാണ്. അത് വചനമാണോ? വചനമാണ്. ആ വചനം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആ വചനം എന്നെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ആ വചനം എന്നെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ലോഗോസ് ആണ്. അപ്പൊ ഇതെന്താണ്? ഇത് ലോഗോസ്. 35,526 ലോഗോസ്. എന്നാൽ ശ്രദ്ധിച്ചോണം, എന്നാൽ എനിക്ക് വലിയ ഹൃദയവേദന വന്നപ്പോൾ ഒരിക്കല് ഞങ്ങള് ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് രാവിലെ 5 മണിക്ക് ധ്യാനം തുടങ്ങും. 5 മണിക്ക് എഴുന്നേറ്റ് 5:30 ആവുമ്പോ ജപമാലയോടുകൂടി ധ്യാനം തുടങ്ങും. അപ്പൊ ഈ 5:30 മുതല് രാത്രി ഏതാണ്ട് ഒരു 8:30-9 വരെ കണ്ടിന്യൂസ് ആയിട്ട് വേറെ ആരും സഹായിക്കാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ വചനം പറയാൻ. ഇതിന്റെ കൂട്ടത്തില് കുമ്പസാരിപ്പിക്കണം, ആളുകൾ വരുമ്പോ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം, കൗൺസിലിംഗ് കൊടുക്കണം. ഇതെല്ലാം ഇതിനിടയ്ക്ക് വേറെ ആരും സഹായിക്കാനില്ല. അങ്ങനത്തെ അവസരത്തില് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഈ ഭാരം മുഴുവൻ വന്നങ്ങോട്ട് നിറഞ്ഞ്
രാത്രിയിൽ ഞാൻ വിചാരിച്ചു സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം, ദൈവമേ നാളെ ഇനി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 സ്റ്റേജിൽ കയറണം എന്ന് ഓർത്തിട്ട് അങ്ങനെ ഉറങ്ങാന്ന് വിചാരിച്ച മുറിയിലേക്ക് ചെന്ന് ലോകത്തുള്ള സകലമായ പിശാചുകൾ കൂടെ എന്റെ മുറിയിലോട്ടിങ്ങി വന്നു. എന്നിട്ട് ഇവന്മാര് എന്നെ ഉറക്കുന്നില്ല. എനിക്ക് ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ഭാരം വരികയാണ്. എന്തെങ്കിലും വേദന ഉണ്ടോ? അതില്ല. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? അതില്ല. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എല്ലാ ലോകത്തുള്ള എല്ലാ പിശാചും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് കട്ടിലിൽ നിന്ന് എന്നെ ഇങ്ങനെ കുത്തുകയാണ്. എന്നെ ഉറക്കുന്നില്ല. എനിക്ക് ഭാരം, ചങ്കിനകത്ത് ഭാരം വന്ന് ദൈവമേ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോ ഇനി കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എഴുന്നേറ്റ് അവിടെ തന്നെ ആ മുറി തന്നെ അങ്ങ് മുട്ടുകുത്തിയിട്ട് ഞാൻ ഹൃദയം പൊട്ടി പറഞ്ഞു, എന്റെ കർത്താവ് എനിക്ക് ഉറക്കം കൂടി തന്നില്ലെങ്കിൽ കഷ്ടമാണ് ഉറക്കം കൂടി തന്നില്ലെങ്കിൽ. അപ്പൊ ആ സമയത്ത് കർത്താവ് ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു, ബൈബിൾ തുറക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിൾ തുറക്കുമ്പോ പെട്ടെന്ന് എന്റെ കണ്ണിലേക്ക് പെടുന്നത് സങ്കീർത്തനം 3-ാം അധ്യായമാണ്. 3-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ്. സങ്കീർത്തനം 3:5 ബൈബിൾ തുറക്കുമ്പോ പെട്ടെന്ന് എന്റെ കൈ കിട്ടുന്ന ആ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ മുട്ടുകുത്തി നിന്ന് ശരിക്കും കണ്ണുനീരോടെ ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവം ബൈബിൾ തുറക്കാൻ പറഞ്ഞ് എനിക്ക് കിട്ടുന്ന വചനം 3-ാം സങ്കീർത്തനം 5-ാം വാക്യമാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഇത് വായിച്ചപ്പോ എനിക്ക് നല്ല ബലം വരാൻ തുടങ്ങി. ഒരിക്കൽ കൂടെ വായിച്ചു, അടുത്ത തവണ വായിച്ചു, ഒത്തിരി തവണ വായിച്ചു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഞാൻ എഴുന്നേൽക്കും, എന്തെന്നാൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഇതിങ്ങനെ വായിക്കും തോറും ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിലേക്ക് ഒരു മഴ പോലെ, ഒരു തണുപ്പ് പോലെ പെയ്തിറങ്ങി എന്റെ അസ്വസ്ഥത മാറി. ഞാൻ സമാധാനമായിട്ട് ബാക്കിയുള്ള മണിക്കൂറുകൾ കിടന്നുറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചോളുക. എന്താ റേമാന്ന് ഞാൻ പറയുകയാണ്. ആ രാത്രിയിൽ എന്റെ അടഞ്ഞിരിക്കുന്ന ബൈബിൾ, ആ ബൈബിളിലെ 35,526 വാക്യങ്ങൾ എനിക്ക് ലോഗോസ് ആണ്. എന്നാ ഉറങ്ങാൻ പറ്റാത്ത രാത്രിയിൽ ഞാൻ ഈ ബൈബിൾ തുറക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രതികൂലത്തെ, അപ്പോൾ ഞാൻ നേരിടുന്ന പ്രശ്നത്തെ, അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രയാസത്തെ നേരിടാൻ എനിക്ക് തരുന്ന വചനത്തിന്റെ പേരാണ് റേമ. മനസ്സിലായോ? ബൈബിളിലെ 35,526 വാക്യങ്ങൾ ഞാൻ തുറക്കാതിരിക്കുമ്പോ അതെനിക്ക് ലോഗോസ്. എന്നാൽ അതിലെ ഒരു വചനം എന്റെ അപ്പോഴത്തെ വേദനയിൽ, ഞാൻ അപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ ഒരു വചനം എന്നെ പെട്ടെന്ന് സഹായിക്കുമ്പോ ആ സഹായിക്കുന്ന വചനത്തിന്റെ പേരാണെന്ത്? റേമ. നിങ്ങൾക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഒരു കൗൺസിലർ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം കൗൺസിലറോട് പറയുന്നത് ഇങ്ങനെയാണ്, സഹോദര, എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൗൺസിലർ ചോദിച്ചു, സഹോദരന് എന്താണ് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തത്? ആ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്, അവക്ക്, എനിക്ക് തോന്നുകയാണ്, എപ്പോഴും തോന്നുകയാണ്, അവക്ക് പഴയ പോലെ ആ സൗന്ദര്യം ഇല്ല. ഇയാളുടെ താമസിച്ച് ഉള്ള സൗന്ദര്യം പോയതാണെന്ന് ചേട്ടൻ ഓർക്കുന്നില്ല. അപ്പോ ഈ ചേട്ടൻ പറയുകയാണ്, ഈ ചേച്ചിക്ക് പഴയ പോലെ ആ സൗന്ദര്യമില്ല. എനിക്ക് അവളെ കാണുമ്പോൾ തോന്നുകയാണ്, ദൈവമേ ഈ കാട്ടുപോത്തിനെയാണല്ലോ ഞാൻ കിട്ടിയത് എന്ന് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്ന ചേട്ടന്മാരിവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടായിരിക്കും. ഏതായാലും ഈ പർട്ടിക്കുലർ ചേട്ടന്റെ പ്രശ്നം ഇതാണ്. അതായത് ദൈവമേ ഈ ഇതിനെയാണല്ലോ ദൈവമേ ഞാൻ കിട്ടിയത്. ലോകത്ത് എന്തോരം നല്ല പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ചോയ്സ് ഉണ്ടായിരുന്നാണ്, ദൈവമേ എനിക്ക് മണ്ടത്തരം പറ്റിയല്ലോ എന്നാണ് ഈ ചേട്ടന്റെ മനസ്സിലേക്ക് വരുന്നത്. ചേട്ടന്റെ പ്രശ്നം എന്താണ്? ചേച്ചിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കൗൺസിലർ എത്ര ഉപദേശം കൊടുത്തിട്ട് ഈ ചേട്ടൻ പറയാണ്, അവൾക്ക് സൗന്ദര്യം ഇല്ലെന്ന്, എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ എന്ത് ഈ പറയണ്ടേ, ഈ മനുഷ്യനോട് എന്ത് പറഞ്ഞാൽ ശരിയാവും? അപ്പൊ എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു ബൈബിൾ തുറന്ന്, ദൈവമേ നീ ഒന്ന് സംസാരിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ് തുറക്കുമ്പോ പ്രഭാഷകൻ 11:2 കിട്ടുന്നത്. പ്രഭാഷകൻ 11:2 വചനം ഇങ്ങനെയാണ്, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് ആരെയും അവഗണിക്കരുത്. അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് ആരെയും അവഗണിക്കരുത് എന്ന് പറയുന്ന ഈ വചനം തന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് അവളെ സ്നേഹിക്കാൻ പറ്റാത്ത ചേട്ടന്റെ അപ്പോൾ അയാൾ നേരിടുന്ന പ്രതികൂലത്തിന് സ്വർഗം കൊടുക്കുന്ന മറുപടിയാണ്. അതിന്റെ പേരാണെന്ത്? ഉറക്കെ പറ. റേമ. പറഞ്ഞേ, മനസ്സിലാവുന്നുണ്ടോ? അതായത്
നമ്മളൊരു പ്രതികൂലത്തിലിരിക്കുമ്പോ, നമ്മളൊരു പ്രയാസത്തിലിരിക്കുമ്പോ, നമ്മുടെ കുടുംബം ഒരു തകർച്ചയിലായിരിക്കുന്ന സമയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിലേക്ക് ദൈവം അയക്കുന്ന ആശ്വാസത്തിന്റെ വാക്കിനെയാണ് ഈ റേമ എന്ന് പറയുന്നത്. ഈശോയെ കുറിച്ച് പഴയ നിയമത്തിൽ 100 കണക്കിന് പ്രവചനങ്ങളുണ്ട്. അതിലെ മനോഹരമായ ഒരു പ്രവചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ പ്രവചനത്തിൽ ഈ റേമയെ കുറിച്ച് നല്ല ഒരു സൂചനയുണ്ട്. ഈശോയെ കുറിച്ച് പ്രവാചകൻ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചിച്ച കർത്താവിന്റെ ദാസനെ കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനം, യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം നന്നായിട്ട് ശ്രദ്ധിച്ചോണം. യെശയ്യാ 50:4 മുതൽ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് ശിഷ്യനെ എന്ന പോലെ എന്നെ അഭ്യസിപ്പിച്ചു. നന്നായിട്ട് ശ്രദ്ധിച്ചോണം, അല്ലെ പിടിയിട്ടില്ല. പരീക്ഷീണന്, ക്ഷീണിച്ചവന്, ശക്തിയില്ലാത്തവന് ആശ്വാസം കൊടുക്കുന്ന വാക്ക്. അതെന്താണ്? ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരുന്നപ്പോ ഞാൻ പരീക്ഷീണനായിരുന്നു. ആ പരീക്ഷീണനായി എനിക്ക് ആശ്വാസം തരുന്നൊരു വാക്ക് സങ്കീർത്തനം 3:5 എനിക്ക് കിട്ടി. അതാണ് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് എല്ലാ ദിവസവും എന്നെ അഭ്യസിപ്പിച്ചു, എല്ലാ പ്രഭാതത്തിലും എന്നെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തി. ദൈവമായ കർത്താവിന്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എന്റെ മുഖം ശിലാതുല്യമാക്കി. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഈശോയെ കുറിച്ച് പറയുകയാണ്. ഈശോയെ അടിച്ചപ്പോ, ഈശോയുടെ മുഖത്ത് തുപ്പിയപ്പോ, ഈശോയെ താടിമീശ വലിച്ചു പറിച്ചപ്പോ, ഈശോയെ നിന്ദിച്ചപ്പോ അവൻ മുഖം തിരിക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ഈശോ ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് യെശയ്യാ എഴുതി വെച്ചിരിക്കുകയാണ്. ഈശോയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ, അതിന്റെ 3-ാം പ്രവചനമാണ്. യെശയ്യാ 50 ഞാൻ വായിച്ച വാക്യം, 4 മുതലുള്ള വാക്യങ്ങൾ. അതായത് ഈശോയെ കുറിച്ച് പറയുകയാണ്, അവൻ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുത്തത്. അതിനവനെ സഹായിച്ചത് എന്താണ്? അതിന് സഹായിച്ചത് പരീക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്. അതാണ് റേമ. റേമ കൊണ്ട് ദൈവപിതാവ് എല്ലാ ദിവസവും ഈശോയെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് അടിച്ചപ്പോ തിരിച്ചടിക്കാതെ അവൻ പിടിച്ചു നിന്നത്. തുപ്പിയപ്പോ തിരിച്ചു തുപ്പാതെ അവൻ പിടിച്ചു നിന്നതിന്റെ കാരണം പരീക്ഷീണന് ആശ്വാസം നൽകുന്ന റേമ എല്ലാ ദിവസവും ദൈവമായ കർത്താവ്, പിതാവായ ദൈവ യേശുവിനെ അഭ്യസിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണത്. ഞാനൊരു കൺവെൻഷന് തിരുവനന്തപുരത്തിന്റെ തെക്ക് ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ കുറെ പേര് പ്രാർത്ഥിക്കാനായിട്ട് വരുമല്ലോ. അവരിങ്ങനെ പ്രാർത്ഥിച്ച് പെട്ടെന്ന് എനിക്ക് മടങ്ങിപ്പോണം. കോളേജിൽ പഠിപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് രാത്രി തിരിച്ചു പോകണം. ഞാൻ പെട്ടെന്ന് ധൃതിയിൽ നാളെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുമ്പോ ഒരു ചെറുപ്പക്കാരി അവരുടെ തീരെ വയ്യാത്ത, നിൽക്കാൻ പോലും പറ്റാത്ത ഭർത്താവുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. അവര് പറഞ്ഞു, അച്ചാച്ചനെ തിരക്കാന്നറിയാം, ഒന്ന് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് തൊട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനൊന്ന് 1 മിനിറ്റ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ക്യാൻസറിന്റെ 4-ാമത്തെ സ്റ്റേജാണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്നാണ് രോഗം പിടിപെട്ടത്. ചെറുപ്പക്കാരനാണ്. പ്രതീക്ഷയൊന്നുമില്ല അച്ഛാ, ദൈവം സഹായിച്ചാലേ പറ്റൂ. പോകുമ്പോ അവള് ഒരു കത്ത് എന്റെ തന്നിട്ട് പറഞ്ഞു, എന്റെ സങ്കടം മുഴുവൻ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനിത് സമയം കിട്ടുമോന്ന് വായിക്കണേ, എപ്പോഴെങ്കിലും നേരം കിട്ടുകയാണ് എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ മുറി ചെന്ന ഉടനെ ഇത് പൊട്ടിച്ച് വായിച്ചു. അതിനകത്ത് അവളിങ്ങനെ എഴുതിയിരുന്നു, തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിലെ അധ്യാപികയാണ് ഞാൻ. എന്റെ ഭർത്താവ് ഈ സയന്റിസ്റ്റ് ആയിരുന്നു. എന്റെ ഭർത്താവിന് ആ സമയത്ത് രോഗം പിടിപെട്ടു. എന്റെ നല്ല ഭർത്താവാണ്. 13 വർഷം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. 13ാമത്തെ ഈ വർഷം ഈ രോഗം വെളിപ്പെട്ടു. രോഗത്തിന്റെ 4-ാമത്തെ സ്റ്റേജാണ്. ഡോക്ടേഴ്സിന് പ്രതീക്ഷയൊന്നുമില്ല. അച്ഛാ, ദൈവമായ കർത്താവ് എന്റെ ദാമ്പത്യത്തിന് പാതി വഴിയിൽ ഭംഗം വരുത്തി എന്റെ ഭർത്താവിനെ തിരിച്ച് വിളിച്ച് കൊണ്ടുപോകുമോ എന്നെനിക്കറിയില്ല. കൊണ്ടുപോകരുതേ എന്നാണ് എന്റെ ചങ്കുലയുന്ന പ്രാർത്ഥന. പാതി വഴിയിൽ വെച്ച്, തൊട്ടടുത്ത വളവിൽ വെച്ച് കൈവീശി എന്റെ ഭർത്താവ് യാത്ര പറഞ്ഞു പോകല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ദൈവത്തോട് ഒരു വാശി പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തമ്പുരാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ.
അച്ഛൻ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കാൻ അച്ഛന് സമയം കിട്ടിയില്ലെങ്കിൽ അച്ഛാ 2 കാര്യം അച്ഛൻ പ്രാർത്ഥിക്കണം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛന് സമയം കിട്ടിയില്ലെങ്കിലും ഇത് പ്രാർത്ഥിക്കണം. 2 കാര്യം അവളിങ്ങനെ എഴുതിയിരിക്കുന്നു. ഒന്ന്, എന്റെ ഭർത്താവ് പരിശുദ്ധ കുർബാന മരിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടേ മരിക്കാവൂ. എന്റെ ഭർത്താവ് ചെറുപ്പത്തിൽ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നപ്പോ മാതാവിനോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു. എന്റെ ഭർത്താവ് ജപമാല ചൊല്ലാറില്ല. എന്റെ ഭർത്താവ് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ ചോദിക്കും, എന്റെ അമ്മ എവിടെ എന്ന് ചോദിക്കും. എന്റെ അമ്മയ്ക്ക് നിന്നിലുള്ള സ്ഥാനം എവിടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് വിഷമിച്ച് നിൽക്കാൻ ഇടവരരുത്. അച്ഛാ, മരിക്കുകയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കൊന്ത ചൊല്ലിയിട്ടേ എന്റെ ഭർത്താവ് മരിക്കാവൂ. 2 കാര്യം. ഒന്ന്, അമ്മയുടെ കൈപിടിച്ച് മരിക്കണം. 2, ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിച്ചിട്ട് മരിക്കണം. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാത്രിയിൽ. ഞാന് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഉറങ്ങാതെ കിടക്കുന്ന ആ രാത്രിയിൽ ഇവൾ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ഓർത്തു. ദൈവമേ, എന്തൊരു വിശ്വാസമാണ് ഈ മകൾക്ക് എന്ന് ഞാൻ ഓർത്തു. പ്രാർത്ഥിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. ഇവളെ കാണാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനൊന്ന് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു, അച്ഛാ, റോജൻ എന്നാണ് അവന്റെ പേര്, റോജന് സീരിയസ് ആണ്, പ്രാർത്ഥിക്കണം അച്ഛൻ. പിന്നെ വിളിയൊന്നുമില്ല. വല്ലപ്പോഴും എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും, അച്ഛാ, റോജന് സീരിയസ് ആണ്, പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കാൻ തിരിച്ചൊരു മെസ്സേജ് വിടും. കുറെ നാളുകൾ പിന്നെ ഒരു അനക്കമില്ല. ഒരിക്കലൊരു മെസ്സേജ് വന്നു, അച്ഛാ, റോജൻ മരിച്ചു, അച്ഛൻ വരണ്ട, പ്രാർത്ഥിക്കണം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് കുറെ കാര്യം പറയാനുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ അച്ഛനെ പഠിപ്പിക്കുന്ന കോളേജിൽ വന്നോളാം, ലീവ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവളെ വിളിച്ചു. അനീഷ എന്നാണ് ഇവളുടെ പേര്. അനീഷ എന്റെ അടുത്ത് വന്നു. എന്റെ കോളേജിൽ എനിക്കെതിരെ, ഞാനിരിക്കുന്ന സീറ്റിനെതിരെ കസേരയിട്ട് ഇവളിരിക്കുമ്പോ അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒത്തിരി കാര്യം പറയാനുണ്ട്, അത് മുഴുവൻ ഞാനൊരു കത്തായിട്ട് അയച്ചിട്ടുണ്ട്, ആ കത്തച്ഛൻ വായിക്കണം, കുറച്ചു കാര്യം ഞാൻ ഇപ്പൊ പറയാന്ന് പറഞ്ഞു. കുറച്ചു ദിവസം കഴിയുമ്പോ കത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഇവള് പറഞ്ഞു. അന്ന് 2ാമത്തെ തവണ വരുമ്പോ അവൾ എന്റെ അടുത്ത് ഈ കത്തിൽ ഞാൻ വായിച്ചതും അവൾ എന്നോട് പറഞ്ഞതുമായ കാര്യങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ്. അവൾ പറയുകയാണ്, അച്ഛാ, ഈശോ എന്റെ പ്രാർത്ഥന കേട്ടില്ല. സങ്കടമുണ്ടോ അനീഷ എന്ന് അച്ഛൻ എന്നോട് ചോദിച്ചാ, സങ്കടം ഇല്ലാതെ വരുമോ അച്ഛാ? നല്ല സങ്കടമുണ്ട്, പക്ഷേ ഒരു പ്രത്യാശയുണ്ട്. ഭർത്താവ് അമേരിക്ക പോയാൽ, ഭർത്താവ് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയാൽ, ഭാര്യയ്ക്ക് ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ? അതുപോലെ സങ്കടമുണ്ട്. വലിയ സങ്കടം ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? അമേരിക്ക പോയ ഭർത്താവ് ഇങ്ങനെ തിരിച്ചു വരില്ലേ? വിദേശത്ത് ജോലിക്ക് പോയ ഭർത്താവ് ഇങ്ങനെ തിരിച്ചു വരില്ലേ? നിത്യതയിലേക്കല്ലേ അച്ഛാ പോയത് എന്റെ ഭർത്താവ്. അതുകൊണ്ട് നാളെ കാണാമല്ലോ. ഞങ്ങളും മരിച്ച അവിടെ എത്തുമ്പോ ഞങ്ങളെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ ഞങ്ങളുടെ ചേട്ടനുണ്ടല്ലോ. അതുകൊണ്ട് വലിയ സങ്കടമില്ല, എന്നാ വിട്ടുപോയതിന്റെ സങ്കടമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ പെൺകുട്ടി, ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, അച്ഛാ, എന്റെ ഭർത്താവ് അസാധാരണമായ കൃപയുള്ള ഒരാളായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, എന്റെ ഭാര്യയുടെ മുഖത്തല്ലാതെ മറ്റൊരു സ്ത്രീയുടെ മുഖത്ത് വിവാഹം കഴിഞ്ഞിട്ട് നോക്കില്ല. ആ സ്നേഹവാത്സല്യത്തോടെ മറ്റൊരു സ്ത്രീയെ നോക്കില്ല. 2ാമത്തേത്, ജീവിതത്തിൽ ഒരിക്കലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കില്ല. എന്നോടുള്ള വിശ്വസ്തത അദ്ദേഹം മരണം വരെയും പുലർത്തി. എന്നാൽ ക്യാൻസർ രോഗത്തിന്റെ തീവ്രതയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന സമയത്ത് അതികഠിനമായ വേദന കൊണ്ട് ഈ മനുഷ്യൻ പൊളയുമ്പോ ഡോക്ടേഴ്സ് വന്നിട്ട് അനീഷയോട് പറഞ്ഞു, മോർഫിൻ കുത്തിവെക്കണം, ഇവൻ അസഹനീയമായ വേദന സഹിക്കുകയാണ്. അങ്ങനെ മോർഫിൻ കുത്തിവെച്ചു. മോർഫിൻ കുത്തിവെക്കുമ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ടാവും, മായാവിഭ്രമങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇവൻ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ്. അവനവന്റെ മനസ്സിന്റെ താളം തെറ്റുന്നത് മനസ്സിലായപ്പോ അവന് മനസ്സിലായി, എനിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. ഡോക്ടർ വന്നപ്പോ അവൻ ചോദിച്ചു, ഡോക്ടറെ, എനിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചോ? എന്റെ സിരകളിൽ മയക്കുമരുന്ന് കുത്തിവെച്ചോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിനക്ക് മോർഫിൻ കുത്തിവെച്ചു. അവൻ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭാര്യയോട്. അതിന് അനുവാദം തരേണ്ടത് ഭാര്യയുള്ളത്, ഞാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ മദ്യപിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. എനിക്ക് ബോധത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നെ കട്ടിലെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ എന്റെ ശരീരം മയക്കുമരുന്ന് കുത്തിവെക്കരുത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, റോജ, നീ അതികഠിനമായ വേദന സഹിക്കേണ്ടി വരും. അവൻ പറഞ്ഞു, ഞാൻ ഇത്രയും സഹിച്ചില്ലേ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. അവള് പറയാണ്, അതാണ് എന്റെ ഭർത്താവ്. ഒരു കാര്യം ദൈവത്തിന്റെ മുമ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് എടുത്താൽ മരിക്കേണ്ടി വന്നാൽ പോലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത എന്റെ ഭർത്താവ്. എന്നിട്ട് അവള് പറഞ്ഞു, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ 2 കാര്യം പ്രാർത്ഥിക്കണമെന്ന്.
ആ കത്തിനകത്ത് അവളിങ്ങനെ എഴുതിയിരിക്കുകയാണ്, ആ 2 കാര്യം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ 2 കാര്യവും ദൈവം എനിക്ക് നിറവേറ്റി തന്നു. മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭർത്താവ് എന്നോട് പറഞ്ഞു, അനീഷ, പള്ളി കുർബാനയുണ്ടെന്ന്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയിലായിരുന്നു, വൈകിട്ടാണ്, അതുകൊണ്ട് എന്നെ പള്ളിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു. അവള് പെട്ടെന്ന് വണ്ടിയെടുത്ത് അവനെ കൊണ്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് കഴിയുമ്പോ ഒരു കസേരയിട്ട് പള്ളിയുടെ മധ്യഭാഗത്ത് അവനെ ഇരുത്തി. എന്നിട്ട് അവൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ അവൻ പറഞ്ഞു, പോവല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്ക്, നാളെ ഇതുപോലെ ഒരുമിച്ച് നമ്മള് ഒരു കുർബാനയ്ക്ക് നിന്നെന്ന് വരില്ല, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. വിശുദ്ധ കുർബാന അർപ്പിച്ച പുരോഹിതൻ റോജന്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് വിശുദ്ധ കുർബാന കൊടുത്തു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുർബാനയും കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവൻ ഭാര്യയും മക്കളെയും വിളിച്ച് തലയെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് മകൻ മുട്ടുകുത്തി കരണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അവൻ മരിച്ചു. അവൾ എഴുതിയിരിക്കുകയാണ്, എന്റെ 1ാമത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. 2ാമത്തെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിയിട്ടേ എന്റെ ഭർത്താവ് മരിക്കാവൂ. മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവൻ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുമ്പോ അവന്റെ തൊട്ടടുത്ത് അവന് കാണാവുന്നിടത്ത് ഒരു ബെഡിൽ കിടക്കുന്നത് കൊല്ലംകാരനായ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഷോക്കടിച്ച് താഴേക്ക് വീണ്, വലിയ ഷോക്കടിച്ച് താഴെ വീണ് ബോധമില്ലാതെ 20 ദിവസത്തിലധികമായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ തൊട്ടടുത്ത് പാവപ്പെട്ട അവന്റെ കുഞ്ഞു പെങ്ങള് ഒരു പഴകിയ ജപമാല എടുത്ത് അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോഴും പറയും, എന്റെ അമ്മേ, എന്റെ മാതാവേ, എന്റെ ആങ്ങളെ കണ്ണു തുറക്കണേ എന്ന് പറഞ്ഞ് ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നത് ഒരു കൗതുകത്തോടെ ഇവൻ ഈ മരണവേദന സഹിച്ചുകൊണ്ട് റോജൻ ആ കട്ടിലിൽ കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുമ്പോ അവന്റെ ഉള്ളില് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഇവൻ കണ്ണു തുറക്കുമോ എന്നാണ് അവന്റെ ചിന്ത. അങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് അവസാനം അവള് ഹൃദയം പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ അമ്മേ, മാതാവേ, ഞങ്ങളുടെ സങ്കടം എന്താ നീ ഈശോയോട് പറയാത്തെ, എന്റെ ആങ്ങളെ എന്താ കണ്ണു തുറക്കാത്തെ എന്ന് പറഞ്ഞ് വലിയവായ കരഞ്ഞ് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോ ഈ ചെറുപ്പക്കാരൻ ആ ജപമണിയിലേക്ക് കണ്ണു തുറന്നു നോക്കി. ഇതിവൻ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അവനൊന്നും മിണ്ടാതെ കണ്ണടച്ച് കുറെ നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് അവൻ അനീഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ, എനിക്ക് ഒരു ജപമാല വേണമെന്ന് പറഞ്ഞു. അനീഷ നേരെ ഒരു ജപമാല കൊണ്ടുവന്ന് കൊടുത്തു. അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് ചൊല്ലാൻ അറിയത്തില്ലടി എന്ന് പറഞ്ഞു. അവൾ അടുത്തിരുന്ന് അവനെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചു. അനീഷ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആ കത്തില്, മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജപമാല ചൊല്ലാൻ പഠിച്ച എന്റെ ഭർത്താവ് 100 കണക്കിന് കൊന്തമണികൾ ഉരുക്കഴിച്ചിട്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ജപമാല ചൊല്ലിയിട്ടാണ് മരണത്തിലേക്ക് നടന്നുപോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം അവളെന്റെ അടുത്ത് എന്നെ കാണാനായിട്ട് വരുമ്പോ എനിക്കതേക്കും അവളോട് മരണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, നീ ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്. മക്കൾ 2 പേരുണ്ട്. അവരുടെ കാര്യമെല്ലാം ചോദിച്ചിട്ട് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, അനീഷ, ഞാനൊരു ആങ്ങളെ പോലെ നിന്നോട് ചോദിക്കട്ടെ, ഞാനൊരു ബ്രദറിന്റെ സ്ഥാനത്ത് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? മക്കള് ഇങ്ങനെ നിന്റെ ഒരു സഹായം കൊണ്ട് മാത്രം വളർന്നാ മതിയോ? അവർക്ക് അപ്പന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ ഞാനൊരു ആങ്ങളുടെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് ഞാൻ ചോദിക്കുകയാണ് നിന്നോട്. അനീഷ, നീ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നിന്റെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. ആരുടെയും നിർബന്ധത്തിന് നീ വഴങ്ങണ്ട. പക്ഷെ നീ അങ്ങനെ ചെറുപ്പമാണ്, കുഞ്ഞുങ്ങൾ ചെറുപ്പമാണ്, നിനക്ക് ജോലിയുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നിനക്ക് ഒരു 2ാമതൊരു വിവാഹം ദൈവം അതിനെതിരല്ല. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ ആത്മാവും അതിനെതിരല്ല. നീ ഒറ്റയ്ക്ക് ജീവിക്കണോ, നീ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അവൾ എന്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് പറഞ്ഞ, അച്ഛാ, വീട്ടുകാരെല്ലാം ഇത് തന്നെ പറയുകയാണ്, അതുകൂടെ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അച്ഛാ, ഇങ്ങനെ എല്ലാവരും പറയുമ്പോ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ വേറൊരു കല്യാണം കഴിക്കുക, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അമ്മ, സങ്കടമില്ല അമ്മ എന്ന് പറയുമ്പോ അവള് ഒക്കെ അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അവൾ അതിനെക്കുറിച്ച് വീട്ടുകാരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ട്, നീ അങ്ങനെ തീരുമാനിക്കും, ഇവള് വിവാഹമേ വേണ്ട ഇനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടുകാർ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറയും. ആ സമയത്ത് അവൾ ഒരു ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചു, എന്റെ കർത്താവേ, നീ എന്താ പറയുന്നേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായിട്ട് ഒരാഗ്രഹവും അല്ലെ എന്റെ ഒരു തീരുമാനവും ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. ഞാൻ എന്താ കർത്താവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവള് കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് അവള് ബൈബിൾ തുറന്നു. ബൈബിൾ തുറക്കുമ്പോ അവൾ എന്റെ അടുത്ത് അവൾ കൊണ്ടുവന്ന ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് കിട്ടിയ വചനം യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ്.
അവള് പറയാണ്, എനിക്ക് കിട്ടുന്ന വചനം ഇതാണ്, യെശയ്യാ 54:4 മുതൽ. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ മറന്നുപോകും. നീ അപമാനിതയാവുകയില്ല. വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അവള് പറയാണ്, അച്ഛാ എന്നോട് ദൈവം പറയുകയാണ്, നിന്റെ സ്രഷ്ടാവാണ് അനീഷ നിന്റെ ഭർത്താവ്. അച്ഛൻ പറഞ്ഞ ഞാൻ വരെ കല്യാണം കഴിക്കണോ? അവള് പറയുകയാണ്, എന്റെ ദൈവമാണ് ഇനി എന്റെ ഭർത്താവ്. ഇന്ന് ഞാൻ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ, വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലെന്ന് പറഞ്ഞാല് ഞാൻ അനീഷയോട് വിളിച്ചു ചോദിക്കും, അനീഷ ഞാൻ ഒരാൾക്ക് നമ്പർ കൊടുക്കട്ടെ? അവള് കൊടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ അവർക്ക് നമ്പർ കൊടുക്കും, നീ ഇവരെ വിളിച്ചോളാൻ പറയും, അനീഷയെ വിളിക്കാൻ പറയും. അനീഷ സംസാരിക്കും. ദാമ്പത്യം എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഭർത്താവ് മരിച്ചുപോയ അനീഷ കലഹിക്കുന്ന ഈ ഭാര്യാഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഭർത്താവ് പാതി വഴിയിൽ യൗവനത്തിൽ വെച്ച് കൈവിട്ടുപോയ ഒരു ഭാര്യ അവൾ ജീവിക്കുന്ന എങ്ങനെയെന്നറിയാമോ? അത് വിശദീകരിക്കാനാണ് ഞാൻ ഈ ഇത്രയും സംഭവം പറഞ്ഞത്. യെശയ്യായിലൂടെ 50-ാം അധ്യായത്തിലൂടെ ഈശോയെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചു. പരിക്ഷീണന ആശ്വാസം നൽകുന്ന വാക്ക്, അതാണ് റേമ. പിടികിട്ടുന്നുണ്ടോ? ഈ റേമ കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇത് വായിക്കണം. ഓരോ ദിവസവും നിന്നെ ആശ്വസിപ്പിക്കുന്ന, ബൂസ്റ്റ് ചെയ്യുന്ന, എനർജൈസ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ജീവിപ്പിക്കുന്ന, സുഖപ്പെടുത്തുന്ന വാക്ക് ദൈവം നിന്നെ അഭ്യസിപ്പിക്കും. പുസ്തകം അടച്ചിരുന്നാൽ അത് ലോഗോസ്, തുറന്നെടുക്കുമ്പോ അത് റേമ. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ, ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായ കൗതുകകരമായ ഒരു അനുഭവം പറയാം. ഞാൻ ഒത്തിരി മടുത്ത് ക്ഷീണിച്ച് ജീവിതത്തില് അങ്ങനെ, നമുക്കറിയാലോ, ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്യുമ്പോ എല്ലായിടത്തും ഒന്നും കയ്യടിയൊന്നും അല്ല. കുറ്റപ്പെടുത്തലും നിന്ദനവും പീഡനവും അപവാദവും ആക്ഷേപവും ഒക്കെ ഇതിന്റെ കൂടപ്പിറപ്പാണ്. ദൈവവേല ചെയ്താൽ സഹനം ഉണ്ടാവും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. അതായത് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ നല്ല ദാസനെ പോലെ തിമോത്തിയോസേ നീ കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറായിക്കോണം. കർത്താവിന്റെ നല്ല ദാസനെ പോലെ പറയുകയാണ്. അതായത് സെമിനാരിക്കാരൻ ചെമ്മാശൻ പട്ടം കിട്ടാൻ തുടങ്ങുമ്പോ പൗലോസ് എന്ന് പറയുന്ന വല്യച്ഛൻ പറയുകയാണ് കൊച്ചച്ഛനോട്, പുതിയ അച്ഛനോട് പറയുകയാണ്, മോനെ നീ അച്ഛനാവാൻ വരുമ്പോ നല്ല പട്ടും പരവതാനിയും പുഷ്പമാല്യങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നീ വരരുത്, കഷ്ടപ്പാട് സഹിക്കാൻ ഒരുങ്ങിക്കോണം. അങ്ങനെ കഷ്ടപ്പാടുണ്ട്, എപ്പോഴും ഉണ്ടത്. അങ്ങനെ ചില സമയത്ത് അതങ്ങ് രൂക്ഷമാവും. ആ സമയത്ത് മനസ്സങ്ങ് ഭാരപ്പെടും. ചിലപ്പോൾ കഥകടച്ചൊക്കെ മുറിയിലിരിക്കാൻ തോന്നും. അങ്ങനെ ആ സമയത്ത് വളരെ രൂക്ഷമായ വേദനകൾ വന്ന്, പ്രതിസന്ധികൾ വന്ന്, കുറ്റപ്പെടുത്തലുകൾ വന്ന്, മനസ്സാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് വൈകുന്നേരം സുവിശേഷം പറയാൻ ഒരു സ്ഥലത്ത് പോകണം. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഥകടച്ച് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുകയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു 2-3 ദിവസം ഇനി ഒരിടത്തും പോകുന്നില്ല. അപ്പൊ എന്റെ കൂട്ടുകാരനൊരു അച്ഛൻ ഹോസ്റ്റലിൽ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കൊരു മൂടൊന്നുമില്ല, ഒന്നും പറ്റുന്നില്ല, ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലത്ത് ഒരു കൺവെൻഷൻ ഉണ്ട്, അച്ഛൻ പോയത് നടത്തണം. അച്ഛൻ നന്നായിട്ട് സുവിശേഷ വേല ചെയ്യുന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു, ഞാൻ പോയി നടത്തിക്കോളാം. നാലിൽ അച്ഛൻ വയ്യാങ്കി വിശ്രമിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ 2-3 സ്നേഹിതന്മാര് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെല്ലാരും കൂടി പിക്നിക്ക് പോവാണ്, അച്ഛൻ വരുന്നെന്ന് ചോദിച്ചു. അപ്പൊ മഴ കാത്തിരുന്ന വേഴാമ്പലിന് മഴ കിട്ടിയ സന്തോഷമാണ് എനിക്ക്. അതായത് ഭയങ്കര മടുപ്പ്, അലസത, ക്ഷീണം, ഒരു ഉന്മേഷമില്ല. എന്നാ ഒരു പിക്നിക്കൊക്കെ പോയിട്ട് വരുമ്പോ എല്ലാം ശരിയാവുമെന്ന് എന്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൂടെയുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, ഞാനിങ്ങനെ പിക്നിക്ക് പോവാന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഉന്മേഷം വരാൻ വേണ്ടി ഞാൻ പിക്നിക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അതേ എന്റെ അടുത്ത് പറഞ്ഞു, പിക്നിക്കൊക്കെ പോന്ന കൊള്ളാം, കർത്താവിനോട് ചോദിച്ചിട്ട് പോയാൽ മതി, ഈശോയോട് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പൊ എനിക്കത് നല്ലൊരു ആശയമായിട്ട് തോന്നി. അല്ലെ, നല്ലൊരാശയം എന്മനതാരിൽ വന്ന് നിറഞ്ഞ് തുളുമ്പിയിടുന്നു. നിങ്ങൾ പാടുന്നില്ലേ അത്? അറിയാത്ത പോലെ തമിഴ്നാട്ടുകാരുടെ കൂട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ല ആശയം, അതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ പിക്നിക്ക് പൊക്കോട്ടെ? നിങ്ങൾ വിചാരിക്കരുത് ഡാനിയൽ അച്ഛൻ ഭയങ്കര സംഭവമാണ്. അച്ഛൻ ഇങ്ങനെ ചോദിച്ച ഉടനെ സ്വിച്ച് ഇട്ട പോലെ സ്വർഗത്തിൽ നിന്ന് പൊക്കോടാ പൊക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും പറയത്തില്ല. മനസ്സിലായോ? ഈ പൊക്കോ പോകണ്ടെന്നൊന്നും സ്വർഗത്തിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും മറുപടി കിട്ടില്ല. നിങ്ങൾക്കൊക്കെ കിട്ടുമായിരിക്കും, പാവപ്പെട്ട് എനിക്ക് അങ്ങനൊന്നും കിട്ടാറില്ല. ഞാൻ വല്ലതൊക്കെ ദൈവത്തോട് ചോദിച്ചാൽ
മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ ഇരുന്നിട്ടാണ് എനിക്ക് വല്ലതൊക്കെ കിട്ടുന്നത്. നിങ്ങളൊക്കെ നല്ല ആളുകളായിരിക്കും, അതുകൊണ്ട് ചിലപ്പോ ചോദിച്ചാൽ വല്ലതും പെട്ടെന്ന് വരുമായിരിക്കും. എന്റെ കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് ചിലപ്പോ ദിവസങ്ങൾ ചോദിച്ചാൽ പോലും സാവധാനത്തിലേ മറുപടി വരാറുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ദൈവമേ, നാളെയാണ് എന്റെ സഹോദരന്മാരെല്ലാം കൂടെ പിക്നിക്ക് പോകുന്നത്, ഞാനും പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ എല്ലാ കാര്യവും ലോകത്തുള്ള സകലമാന പേരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചാലും മറുപടി തരുന്ന ദൈവം നമ്മുടെ ഒരു കാര്യം ചോദിച്ചാൽ മിണ്ടത്തില്ല. അങ്ങനെ ഒരു സൂക്കേടുണ്ട് ദൈവത്തിന്. അതായത് നമ്മൾ വല്ലോന്റെയും കാര്യം ചോദിച്ചുകൊണ്ട് ചെന്നാൽ ഇഷ്ടം പോലെ ഉത്തരവാണ്, നമ്മളെ കാര്യം ചോദിച്ചാൽ ഒന്നിനും ഒരു മറുപടിയില്ല. അങ്ങനെ ഒരു സൂക്കേടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പോ ഞാനിങ്ങനെ ചോദിച്ചിട്ടൊന്നും ഒരു മറുപടിയും ദൈവം തരുന്നില്ല. ഞാൻ രാവിലെ ചോദിച്ചു, ഉച്ചയ്ക്ക് ചോദിച്ചു, 4 മണിക്ക് ചോദിച്ചു, കർത്താവേ ഞാൻ പൊക്കോട്ടെ, എനിക്കൊരു അടയാളം താ, ഞാൻ പോട്ടെ. സന്ധ്യയായപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മലയാളിയാണ്, മൗനം സമം സമ്മതമെന്നാണ് ഞങ്ങൾ മലയാളികൾ സാധാരണ എടുക്കാറുള്ളത്, അതുകൊണ്ട് ഞാൻ പോവും, നീ മിണ്ടാതിരുന്നാൽ ഞാൻ പോവും. പക്ഷെ രാത്രിയായപ്പോ എന്നെ എന്റെ കൂട്ടുകാർ വിളിച്ചോണ്ടിരിക്കുകയാണ്, അച്ഛൻ പറയണല്ലേ, ഞങ്ങൾക്ക് വേറെ ആളെ കൊണ്ടുപോകാനാണ് എന്നും പറഞ്ഞോണ്ട്. അവസാനം രാത്രിയായ സമയത്ത് ദൈവം ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് പേടി, എനിക്ക് ശരിക്കും പേടിയുണ്ട്. കാരണം നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്ത് പോയിട്ട് അത് കെണിയായാൽ പണിയാവും അല്ലേ, അതുകൊണ്ട് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എല്ലാരോടും പറയുന്നത് ലോഗോസ് റേമ ഒക്കെ പറയുന്ന ആളാ ഞാൻ, അതുകൊണ്ട് ഞാനും റേമ നോക്കാൻ പോവാണ്. ഞാൻ രാവിലെ മുതൽ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു മറുപടി തരണം, കാരണം രാത്രി മറുപടി കൊടുക്കേണ്ട സമയമായി. അങ്ങനെ ഞാൻ ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ റേമ ഞാൻ വായിക്കാം. 2 മക്കബായർ 4:14 മുതൽ പുരോഹിതന്മാർക്ക് ബലിവയുടെ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. കേട്ടോണം. ചക്രത്തളികേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. കേട്ടോ? പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ താല്പര്യം നശിച്ചു. ചക്രത്തളികേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ ബലിപീഠ ശുശ്രൂഷയിൽ അനാസ്ഥ കാണിച്ചുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. ഞാൻ പിക്നിക്ക് പോയോ? ഇന്ന് വരെ പിന്നെ പോയിട്ടില്ല. കാരണം എനിക്ക് കിട്ടിയ റേമ അതാണ്. അതായത്, മോനെ, നിനക്കൊരു ആത്മീയ മന്ദത വരുമ്പോ പിക്നിക്ക് പോയല്ല നീ അത് തീർക്കേണ്ടത് എന്ന് ദൈവം എന്നോട് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വ്യത്യാസം പിടികിട്ടി കാണും. ഇനി ഉദാഹരണങ്ങളില്ല. ലോഗോസും റേമായും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഞാൻ ഇനി ഒന്നുകൂടെ പറയാം. ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നവരേ ഞാൻ പറയും. ആർക്കെങ്കിലും ഇത് പിടിയിട്ടില്ല കൈവക്കിയാൽ മതി, കൺവെൻഷനാണെന്നും വിചാരിക്കണ്ട. ഞാൻ ഇനിയും പറഞ്ഞുതരാം. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഞാൻ പറയാം. അതായത്, കേട്ടോ, ആരാ നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ അന്തസ്സ് കൊണ്ട് മിണ്ടായിരുന്നത് എനിക്കറിയാം. അതായത്, വേദപുസ്തകത്തില് ശ്രദ്ധിച്ചോ, ലളിതമായ രീതി മനസ്സിലാക്കിയോ. വേദപുസ്തകത്തിലെ 35,526 വാക്യങ്ങൾ ഞാൻ വായിക്കാതെ, ഞാൻ സ്വീകരിക്കാതെ പുസ്തകത്തിൽ തന്നെ ഇരിക്കുമ്പോ അതെന്താണ്? ലോഗോസ്. എന്നാൽ എന്റെ ജീവിതം കർത്താവിന്റെ വചനം കൊണ്ട് മുന്നോട്ട് പോകൂ എന്ന് വിശ്വസിച്ച് ഓരോ ദിവസവും എന്റെ കർത്താവ് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ബൈബിൾ തുറന്ന് ശ്രദ്ധയോടെ ഞാൻ വായിക്കുമ്പോ ആ ബൈബിളിലെ വചനം എന്നോട് സംസാരിക്കുമ്പോൾ അതിന്റെ പേരാണ് റേമ. ചൊല്ലി പറഞ്ഞേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അതായത്, ദൈവത്തിന്റെ വചനം നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കും. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ വചനം എന്നും വായിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ മുട്ടുമേൽ നിന്ന് ഈ വചനം നിങ്ങൾ വായിക്കണം. ഈ വചനം വായിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ വചനം കർത്താവിനോട് ചോദിക്കണം. ആ വചനം ഉരുവിട്ടുകൊണ്ട് ഇറങ്ങണം. ആ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കണം. നിങ്ങൾ മടുത്ത് കാണും. ഞാൻ പെട്ടെന്ന് നിർത്താം. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈശോയ്ക്ക് 3 പ്രലോഭനങ്ങൾ ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിലുമാണ് നമ്മൾ ഈശോയുടെ ഈ 3 പ്രലോഭനങ്ങൾ കാണുന്നത്. പ്രലോഭനം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്,
കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കാൻ പിശാച് പറഞ്ഞു. 2, ദേവാലയത്തിന്റെ അഗ്രാസനത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ പിശാച് ആജ്ഞാപിച്ചു. 3, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാം എന്ന് പിശാച് പറഞ്ഞു. ഈ 3 പ്രലോഭനങ്ങളുമായി, ശ്രദ്ധിച്ച്, ഈ 3 പ്രലോഭനങ്ങളുമായി സാത്താൻ വന്ന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഈശോ, ശ്രദ്ധിക്കണം, ഈശോ സാത്താനോട് ഷൗട്ട് ചെയ്തോ? പറ. ഇല്ല. സാത്താനെ തെറി വിളിച്ചോ? അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചോ? അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച്? ഇല്ല, ചെയ്തില്ല. എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 8-9 വർഷം മുമ്പ്, ഭയങ്കര കള്ളുകുടി, മദ്യപാനം, തെറിവിളി, ആട്ടി വഴക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നടന്നൊരു ചെറുപ്പക്കാരൻ ഒരിക്കൽ കൺവെൻഷന് മാനസാന്തരപ്പെട്ടിട്ട് കുറെ പിള്ളേർ എന്റെ കൂടെ വൈകിട്ട് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. മിഷനിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന പിള്ളേരുടെ കൂട്ടത്തില് അന്ന് മാനസാന്തരപ്പെട്ടതിന്റെ അന്ന് ഇവൻ വൈകിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ സ്തുതിക്കുന്ന കൂട്ടത്തില്, ഇവൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്, ഇവൻ സാത്താനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തെറി സാത്താനെ. അതായത് ഇവന് എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ ഇവന്റെ വായിൽ തെറിയാണ് സാധാരണ വരുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലേ, നമസ്കാരം. അപ്പോ അതായത് ഇവർക്ക്, നിങ്ങൾ കേട്ടോ, നിങ്ങളോടാണ്, നിങ്ങളെ ഞാൻ ഇത്രയും നേരമായിട്ട് അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അതായത് ഇവൻ സാധാരണഗതിയിൽ വീട്ടിൽ അമ്മയോട് ദേഷ്യപ്പെട്ടാൽ, അപ്പനോട് ദേഷ്യപ്പെട്ടാൽ, കൂട്ടുകാരോട് ദേഷ്യപ്പെട്ടാലൊക്കെ ഇവൻ എന്താ ചെയ്തോണ്ടിരുന്നത്? ഇവൻ തെറിയാ വിളിക്കുന്നത്. ഈ സഹോദരി, ഇവൻ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ പിശാചി എന്ന് പറഞ്ഞിട്ട് പിശാചിനെ ഒറ്റ തെറി, അങ്ങനെ പറയുന്നവരുണ്ട്. ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയത്ത് അങ്ങനെ പിശാചിനെ തെറി വിളിക്കരുത്, ശ്രദ്ധിച്ചേ. അപ്പൊ ഈശോ പിശാചിനെ തെറി വിളിച്ചില്ല. ഈശോ പിശാചിനോട് അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ചില്ല, ഷൗട്ട് ചെയ്തില്ല. ഈശോ എന്താ ചെയ്തെന്നറിയാമോ? ഓരോ പ്രലോഭനവും വന്നപ്പോ, അത് ഇംഗ്ലീഷ് ബൈബിളിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഈശോയുടെ സെന്റൻസ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. അപ്പൊ ഈശോ പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടുകൂടെയാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നീ മേളിൽ നിന്ന് ചാട്, ദൂതന്മാർ നിന്നെ കാലിടറാതിരിക്കാൻ താങ്ങിക്കൊള്ളും. 91-ാം സങ്കീർത്തനം കോട്ട് ചെയ്താണ് പിശാച് പറയുന്നത്. ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഈശോ പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. 3, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. കേൾക്കണേ, ശ്രദ്ധിക്കണം, എല്ലാം മനസ്സിലായെന്ന് വിചാരിച്ച് തലകുലുക്കിയിരിക്കരുത്. അതായത് പ്രലോഭനം വന്നപ്പോ, പിശാച് വന്ന് വീട്ടുമുറ്റത്ത് നിന്നപ്പോ ഈശോ ചെയ്തത് എന്തെന്നറിയാമോ? ബന്ധന പ്രാർത്ഥന ചൊല്ലുകയല്ല ഈശോ ചെയ്തത്. ബന്ധന പ്രാർത്ഥന ചെയ്യേണ്ടെന്നല്ല, ബന്ധന പ്രാർത്ഥന ചൊല്ലുകയല്ല ഈശോ ചെയ്തത്. ഈശോ എഴുതപ്പെട്ട 3 വചനങ്ങൾ അവിടുന്ന് എടുത്ത് കോട്ട് ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. പിശാച് വന്ന് വാതിക്ക് നിന്നപ്പോ ഈശോ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെയും 8-ാം അധ്യായത്തിലെയും 3 വചനങ്ങൾ എടുത്ത് അതുപോലെ പിശാചിനോടങ്ങ് പറഞ്ഞു. പിശാച് പോയി. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കുടുംബങ്ങളെ പൈശാചിക പീഡയിൽ നിന്ന് രക്ഷിക്കേണ്ട എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വചനം പറയണം. എന്താ പറയേണ്ടെന്നറിയാമോ? സാത്താനെ, എന്റെ മക്കളുടെ മേൽ നിനക്ക് അധികാരമില്ല. നിന്റെ മകൻ നശിച്ചു കിടക്കുകയാണെങ്കിൽ, അമ്മേ ഞാനൊരു വചനം പറഞ്ഞുതരാം. നിന്റെ മകൻ, നിന്റെ മകൾ നിന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ നീ ആ പൈശാചിക പീഡ വിട്ടുപോകാൻ, ആ പൈശാചിക ശക്തി നിന്റെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാവാൻ നീ ആവർത്തിച്ച് ദിവസങ്ങളോളം, മാസങ്ങളോളം, ചിലപ്പോ നീ വചനം ഉച്ചരിച്ചാൽ പിശാച് ഉച്ചരിക്കേണ്ടി വരും. പിശാച് വിട്ടുപോകാൻ എത്രത്തോളം ബന്ധനം ആഴമുള്ളതാണോ അത്രത്തോളം നീ വചനത്തിന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. ആവർത്തിച്ച് പറയണം. യെശയ്യാ 59:21 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി അറ്റുപോവില്ല. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്യുന്നത്. പിശാചിനോട് പറയുകയാണ്, പിശാച്, ഇന്ന് മദ്യപാനത്തിൽ എന്റെ മകനെ നീ കെട്ടിയിട്ടെങ്കിലും എന്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച വചനവും പരിശുദ്ധാത്മാവും എന്റെ മകനിൽ നിന്ന് അറ്റുപോവില്ല. ഈ വചനം നീ പറയണം. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി തകർക്കുമെന്ന് റോമർ 16:20 പറഞ്ഞത് പ്രിയപ്പെട്ട അമ്മയെ നീ പറയണം. സമാധാനത്തിന്റെ ദൈവം സാത്താനെ, നിന്നെ എന്റെ കാൽ കീഴിലിട്ട് തകർത്ത് കളയും.
ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരു അനർത്ഥവും എന്റെ കൂടാരത്തെ തൊടില്ല. ഞാൻ ഹോസ്റ്റലിൽ ധ്യാനിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് പലയിടത്തും യാത്ര ചെയ്യുന്നവരാണ്, നിങ്ങൾ സക്കറിയ 2:7 പറയണം പിശാചിനോട്, എന്നെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മോളെ നീ ഇത് പറയണം, അപ്പൊ നിന്നെ തൊടില്ലാരും. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചതാണ് ദൈവവചനത്തിന്റെ ശക്തി, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി. നമ്മൾ ഈ വചനം വായിക്കണം, ഈ വചനം നമ്മൾ സ്വീകരിക്കണം, ഈ വചനം നമ്മൾ ഏറ്റെടുക്കണം. ഇംഗ്ലീഷ് സാഹിത്യത്തില് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് എന്നൊരു കവിയുണ്ട്. റോബർട്ട് ബ്രൗണിംഗ് എന്ന കവിയുടെ ഭാര്യയാണ് അവര്. റോബർട്ട് ബ്രൗണിങ്ങും എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും അവര് രണ്ടുപേരും പ്രേമിച്ച് ഒളിച്ചോടിപ്പോയതാണ്. എലിസബത്തിന്റെ മാതാപിതാക്കൾക്ക് ഈ ബന്ധം ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് എലിസബത്തിന്റെ മാതാപിതാക്കള് റോബർട്ട് ബ്രൗണിങ്ങിന്റെ കൂടെ എലിസബത്ത് ഒളിച്ചോടി അന്ന് മുതല് എലിസബത്തിനെ വെറുത്തു. പിന്നെ ഒരിക്കലും അവളോട് യാതൊരു ബന്ധത്തിന് അവർ പോയില്ല. ഇയാളൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു, കവിതയൊക്കെ എഴുതി ജീവിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അരാജകവാദിയായി ജീവിച്ചിരുന്ന റോബർട്ട് ബ്രൗണിങ്ങിന്റെ പിന്നാലെ നല്ല കുടുംബത്തിൽ പിറന്ന ഈ പെണ്ണ് ഒളിച്ചോടി പോയപ്പോ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. മാതാപിതാക്കൾക്ക് തീർത്താൽ തീരാത്ത വേദനയും വൈരാഗ്യവും മകളോടുണ്ടായി. എലിസബത്ത് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോ രോഗിയായി മാറി, രോഗക്കിടക്കയിലായി, കിടക്ക വിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി, രോഗക്കിടക്കയിൽ നിരാലംബയായി, ശയ്യാവലംബിയായി, തിരിഞ്ഞു കിടക്കാൻ പോലും പരാശ്രയം വേണ്ട വിധത്തില് ഭർത്താവിന്റെ സഹായത്തോടെ അങ്ങനെ രോഗാതുരയായി കിടക്കുന്ന കാലങ്ങളിൽ മാതാപിതാക്കളോടുള്ള സ്നേഹവും മാതാപിതാക്കളോട് തെറ്റ് ചെയ്തതിലുള്ള വേദനയും ഹൃദയത്തിൽ നിറയുന്ന കാലത്ത് അവൾ സങ്കടങ്ങൾ ചാലിച്ച അക്ഷരങ്ങൾ കൊണ്ട് അപ്പന്റെയും അമ്മയുടെയും അഡ്രസ്സിലേക്ക് അനേകം മാപ്പ് ചോദിച്ചുകൊണ്ട് ഹൃദയഭേദകമായ കത്തുകൾ എഴുതി. എല്ലാ കത്തും അവൾ പോസ്റ്റ് ചെയ്തു. ഒറ്റ കത്തിന് പോലും മറുപടി വന്നില്ല. ഒടുവിൽ എലിസബത്തിന്റെ രോഗം മൂർച്ഛിച്ചു. കിടക്കയിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന കാലത്ത് അവളെ തേടി ഒരു ബണ്ടിൽ വന്നു, ഒരു പാഴ്സൽ. ആ പാഴ്സൽ എന്താണെന്ന് അവളെ കിടക്കയിൽ കിടന്നുകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അഴിച്ച് അത് പരിശോധിക്കുമ്പോ അതിന്റെ ഫ്രം അഡ്രസ് അവളുടെ വീട്ടിലെ അഡ്രസ്സാണ്, അവളുടെ മാതാപിതാക്കളുടെ അഡ്രസ്സാണ്. വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഈ പാഴ്സലിന്റെ നാട മുറിച്ച് അവൾ ഇതിനകത്ത് എന്താണെന്ന് കൗതുകത്തോടെ വേവലാതിയോടെ പരിശോധിക്കുമ്പോ അതിനകത്ത് 100 കണക്കിന് കത്തുകൾ കെട്ടി തിരിച്ചയച്ചിരിക്കുകയാണ്. എലിസബത്ത് അയച്ച ഓരോ കത്തും അതിലെ ഒരു കത്ത് പോലും പൊട്ടിച്ചു വായിക്കാതെ മാതാപിതാക്കൾ അവളുടെ അഡ്രസ്സിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. വൈരാഗ്യവും വെറുപ്പും നിറഞ്ഞ മാതാപിതാക്കൾ എലിസബത്ത് അയച്ച ഒറ്റ കത്ത് പോലും പൊട്ടിച്ചു വായിക്കാതെ എല്ലാ കത്തും തിരിച്ചയച്ചിരിക്കുകയാണ്. അവൾ അത് കണ്ടിട്ട് ഹൃദയം തകർന്ന് കിടക്കയിലേക്ക് വീണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൾ മരിച്ചു പോവുകയും ചെയ്തു. ഭാര്യയുടെ മരണത്തിന് ശേഷം കവിയായ റോബർട്ട് ബ്രൗണിംഗ് ഈ കത്തുകളുടെ ശേഖരം കണ്ടെടുത്തു. അതിലെ ഓരോ കത്തും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾക്ക് നടുവിൽ അയാൾ വായിച്ചു തീർത്തു. ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ ഓരോ കത്തുമായി അയാൾ തപസ്സിരുന്നു. ആ കത്തുമായി ഇരുന്ന് വായിച്ച് രാത്രിയും പകലും തള്ളിവിട്ട നാളുകളിൽ റോബർട്ട് ബ്രൗണിങ്ങിന് തോന്നി, ഉദാത്ത സാഹിത്യ രചനകളാണ് ഈ കത്തുകൾ. അതുകൊണ്ട് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഭാര്യയുടെ മരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം, ഭാര്യയുടെ മരണശേഷം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം, എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് മാതാപിതാക്കൾക്ക് എഴുതിയ കത്തുകൾ, അയാൾ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിനെക്കുറിച്ച് സാഹിത്യ നിരൂപകന്മാർ ഇങ്ങനെയാണ് പറയുന്നത്: അതിലെ ഏതെങ്കിലും ഒരു കത്ത് ഭൂമിയിലെ ഏറ്റവും ദുഷ്ടനായ അപ്പൻ, ഭൂമിയിലെ ഏറ്റവും ദുഷ്ടയായ അമ്മ, അതിലെ ഏതെങ്കിലും ഒരു കത്ത് പൊട്ടിച്ചു വായിച്ചാൽ അവരുടെ ഹൃദയം തകർന്ന് മഞ്ഞുപോലെ അവരുടെ ഹൃദയത്തിലെ വൈരാഗ്യം ഉരുകി അവരുടെ ഹൃദയം തരളിതമായി ആർദ്രമായി മാറുമെന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ നിരൂപകന്മാർ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതി വെച്ചു. അതിലെ ഒരു കത്ത് ഭൂമിയിലെ ഏറ്റവും ക്രൂരനായ അപ്പൻ വായിച്ചാൽ അയാളുടെ ഹൃദയം ഉരുകിപ്പോവും എന്ന് ഏത് കത്തിനെ കുറിച്ച് നിരൂപകന്മാർ എഴുതിയോ ആ കത്തുകൾക്കൊരു ദുര്യോഗം സംഭവിച്ചു. ആരെ അഡ്രസ് ചെയ്താണോ, ആർക്ക് വേണ്ടിയാണോ ആ കത്തുകൾ എഴുതപ്പെട്ടത്, ആരെ ഉദ്ദേശിച്ച് ആ കത്തുകൾ എഴുതപ്പെട്ടോ അവരാ കത്തുകൾ വായിച്ചിട്ടില്ല. സ്വർഗത്തിലെ ഒരപ്പൻ താൻ സ്നേഹിക്കുന്ന മക്കൾക്ക് ജീവിക്കാൻ ഉതകുന്ന കൈപ്പുസ്തകമായി 73 കത്തുകൾ എഴുതി. ആ കത്തുകൾ യാതൊരു വിലയും കൊടുക്കാതെ
നമ്മുടെ വീട്ടിൽ, നമ്മുടെ മടിത്തട്ടിൽ ആ ദൈവം ആ കത്ത് വെച്ചു തന്നു. ഞാനൊരു വീഡിയോ കണ്ടു. ചൈനയിലെ അധോലോക സഭയിൽ, അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ, രഹസ്യ സഭയിൽ ബൈബിൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അയച്ചു കൊടുക്കപ്പെടുമ്പോ ബൈബിള് കൊണ്ടുവരുന്ന പാഴ്സലിന്റെ മൂടി അഴിച്ചിട്ട് ബൈബിൾ ആണെന്ന് കണ്ടിട്ട് രഹസ്യ സഭയിലെ അംഗങ്ങള് ഈ ബൈബിൾ എടുത്തിട്ട് ചങ്ക് വെട്ടിക്കരഞ്ഞുകൊണ്ട് അതിങ്ങനെ ഉമ്മ കൊടുത്ത് സ്വന്തം കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ ആ ബൈബിൾ എടുത്ത് ഉമ്മ കൊടുക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഫിയാത്ത് മിഷൻ പോലെയുള്ള കേരളത്തിലെ സുവിശേഷകര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അവര് ലോകത്തിലെ ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ, നോർത്ത് ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ പ്രാദേശിക ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്തിലെ ബൈബിൾ കിട്ടാത്ത ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്ന ഫിയാത്ത് മിഷനിലെ ആളുകളോട് സംസാരിച്ച് അവര് പറയും, ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മലയാളത്തിൽ സ്വന്തം മാതൃഭാഷയിൽ വായിച്ച് ഗ്രഹിക്കാൻ സ്വർഗത്തിലെ അപ്പൻ എഴുതിയ കത്തുകള് നമ്മുടെ മടിത്തട്ടിൽ നമ്മൾ കഷ്ടപ്പെടാതെ, പ്രിയപ്പെട്ടവരെ, ബൈബിൾ രചനക്കിടയിൽ ബൈബിളിന് വേണ്ടി വില കൊടുത്ത് രക്തസാക്ഷികളായ ആളുകളുണ്ട്. ബൈബിൾ നമ്മുടെ കയ്യിൽ മാതൃഭാഷയിൽ കിട്ടാൻ അനേകര് ജീവൻ കൊടുത്തിട്ടുണ്ട്. ഒരു വിലയും കൊടുക്കാതെ ഈ പുസ്തകം നമ്മുടെ കിട്ടിയിട്ട് ദൈവം സ്വർഗത്തിലെ അപ്പൻ എഴുതിയ ഈ കത്തുകൾ വായിക്കുന്നില്ല, വായിക്കാതെ പോകുന്നു എന്നതാണ് നമ്മുടെ ദുര്യോഗം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ചുരുക്കി പറയാൻ, എന്റെ ഒരു സാക്ഷ്യം പോലെ നിങ്ങൾ ഇത് എടുത്താൽ മതി. അതായത് ഞാന് ചെറുപ്പം മുതലേ എന്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ആര്യങ്കാവ് എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ ഒരു അതിർത്തി ഗ്രാമമാണിത്. കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള അതിർത്തിയാണത്. ആ ഗ്രാമത്തിൽ ഞാൻ ജനിച്ചു വളരുന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടില് ഇലക്ട്രിസിറ്റിയും ടെലിവിഷനും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ കുറവായിരുന്നെങ്കിലും ഞങ്ങളുടെ നാട്ടില്, എന്റെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ നാട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ എന്റെ ചേട്ടന്മാരൊക്കെ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുക്കുന്ന കണ്ടിട്ട് ഞാനും പോയി അവിടെ മെമ്പർഷിപ്പ് എടുത്ത് പുസ്തകം വായിക്കുമായിരുന്നു. അപ്പൊ അന്ന് മുതലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പുസ്തകം വായിച്ച് തുടങ്ങിയതാണ്. ചെറുപ്പം മുതലേ അന്ന് നോവലുകളും ഡിറ്റക്റ്റീവ് നോവലുകളും ഒക്കെ ചെറുപ്പം അങ്ങനെ വായിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് പിന്നീട് വളർന്നു. വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ കാലത്ത് ഞാൻ ഒത്തിരി വായിച്ചു. വായിക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായി, ലഹരിയായി. കൂടുതൽ വായിക്കുക എന്നുള്ളത് ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായി. അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്റെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമായി. ഒടുവിൽ ഞാൻ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ വാങ്ങിച്ച് എല്ലാം ഒന്നും വായിച്ചില്ലെങ്കിലും വാങ്ങിച്ചു കൂട്ടി വെച്ചിട്ട് കട്ടിലെ പുസ്തകം, കസേര പുസ്തകം, മേശ പുസ്തകം, നിലത്ത് പുസ്തകം, അങ്ങനെ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെ നിലത്ത് പാവിരിച്ച് കിടക്കുന്ന ഭൂതകാലമാണ് എനിക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പഠിക്കുന്ന കാലത്ത് ഒത്തിരി വായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിച്ചതിന്റെ കഥ പറയാനല്ല, എന്നാൽ ഒരു കാലത്ത് ദൈവം എന്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു ബോധ്യം തന്നു. ലോകത്ത് മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് വേദപുസ്തകമാണെന്ന് ഒരു ദൈവാനുഭവത്തിന്റെ ദിവസം ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഉദാഹരണത്തിന്, കിഴവനും കടലും എന്ന പുസ്തകം എഴുതിയ വ്യക്തി, കിഴവനും കടലും എന്ന പുസ്തകം എഴുതിയ വ്യക്തി ഏണസ്റ്റ് ഹെമിംഗ്വേ. ആ വ്യക്തി ലോകത്തെ കോടാനുകോടി മനുഷ്യരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ആ പുസ്തകം എഴുതിയ ഈ ഹെമിംഗ്വേ എന്ന് പറയുന്ന ലോകത്തെ കോടിക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ച് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്താണ് ജീവിതം അവസാനിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കോടിക്കണക്കിന് ആളുകളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച പുസ്തകം എഴുതിയ ആള് അവസാനം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മനുഷ്യൻ എഴുതിയ കാര്യത്തിന്റെ വില. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകത്ത് കൊള്ളാവുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, വായിച്ചാൽ മനുഷ്യന് മാറ്റം വരുന്നൊരു പുസ്തകമേ ഉള്ളൂ, വായിച്ചാൽ ബന്ധന അഴിയുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ, വായിച്ചാൽ കുടുംബത്തിനും ജീവിതത്തിനും തലമുറയ്ക്ക് ഐശ്വര്യം ഉണ്ടാവുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ എന്ന് ബോധ്യം തന്ന കാലത്ത് ഞാൻ എന്റെ പുസ്തകങ്ങൾ വാരി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയോ കത്തിച്ച് കളയുകയോ എവിടെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് കളയുകയോ ഒക്കെ ചെയ്ത് എന്റെ മുറിയിൽ ഇന്നെല്ലാം കൂടെ എണ്ണിപ്പറക്കിയാൽ ഒരു 60-65 പുസ്തകം മാത്രമേ ഉള്ളൂ. ഞാനിത് പറയുന്നതിന്റെ കാരണം, കൊള്ളാവുന്ന ഒരു പുസ്തകത്തെ പരിചയപ്പെടാൻ പാപിയും ബലഹീനനുമായ എന്നെ ഈ യാത്രക്കിടയിൽ ദൈവം സഹായിച്ചു. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ ഈ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ഇത് പറയാനാണ്. മക്കളെ, ഈ പുസ്തകം ചങ്കോട് ചേർക്കണം. ഞാനൊരു വിൽപ്പത്രം എഴുതും. ആ വിൽപ്പത്രത്തിൽ ഒറ്റ വരിയേ ഉണ്ടാവൂ. ഞാൻ ചെറുപ്പം മുതലേ വായിച്ച് എന്റെ കണ്ണീര് വീണ് നനഞ്ഞ
എന്റെ സങ്കടങ്ങളിൽ എന്നെ സഹായിച്ച, ദുഃഖകാലത്ത് ഞാൻ വീണുപോകാതിരിക്കാൻ എന്നെ പിടിച്ചു നിർത്തിയ, ഓരോ തവണയും തിരസ്കാരങ്ങളുടെ ഉപേക്ഷകളുടെ നടുവിൽ മനസ്സ് തകരാതെ എന്നെ പിടിച്ചു നിർത്തിയ 4 വേദപുസ്തകമുണ്ട് എനിക്ക് സ്വന്തമായിട്ട്. അതിൽ പല താളുകളിലും എന്റെ കണ്ണീര് വീണിട്ടുണ്ട്. അതിനകത്ത് എന്റെ നിശ്വാസങ്ങളുണ്ട്. എന്റെ വിൽപത്രത്തിലെ ഒറ്റ വരി ഇതാണ്: എന്നെ അടക്കുമ്പോ എന്റെ ശവപ്പെട്ടിയിൽ എന്റെ 4 ബൈബിളും വെച്ച് അടക്കണം. കാരണം ജീവിക്കാൻ എന്നെ സഹായിച്ച പുസ്തകമാണിത്. മരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഇതെന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോ ഒരു പോക്കറ്റ് ബൈബിളുമായി അവർ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബാഗിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതപ്പെട്ട ഒരു ചെറിയ ബൈബിൾ അവർ അതിന്റെ മീതെ വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം സ്വപ്നം കാണാൻ ഞാൻ ധൈര്യപ്പെടുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓഫീസിലേക്ക് പോകുമ്പോ, നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു ബൈബിൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ജോലി ആരംഭിക്കുന്ന ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുന്നു. നിങ്ങളുടെ സഞ്ചയിൽ നിങ്ങൾ മറ്റേത് കാര്യം എടുക്കാൻ മറന്നാലും നിങ്ങൾ ബൈബിൾ എടുക്കാൻ മറക്കില്ലെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു കാലം ഞാൻ സ്വപ്നം കാണുന്നു.